കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തുറന്ന ദിവസത്തിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 134 സെഷനിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. റോമ ലേഖന പഠനത്തിലാണ് നാം ആയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ അതിന്റെ 7-ാം അധ്യായം 13-ാമത്തെ വാക്യം വരെ ചിന്തിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ഇന്ന് 14 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ചിന്തിച്ച് ആ അധ്യായം തീർക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 25 വാക്യങ്ങൾ അടങ്ങുന്ന ഒരു ചെറിയ ചാപ്റ്ററാണ് 7-ാമത്തെ ചാപ്റ്റർ. അത് കഴിയുമെങ്കിൽ തുടങ്ങിയ ക്ലാസ്സിൽ തന്നെ, അതായത് 132-ാമത്തെ ക്ലാസ്സിൽ തന്നെ അത് പറഞ്ഞു തീർക്കണം എന്നൊക്കെ ആഗ്രഹിച്ചാണ് ഞാൻ തുടങ്ങിയതെങ്കിലും ഈ ലോകത്തിൽ ആക്ച്വലി സാത്താന് ഇന്ന് ഈ ലോകത്തെ അടക്കി വാഴുന്ന തന്ത്രം എന്താണോ അതാണ് ആ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലോട്ട് കയറി കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചതുപോലെ ഒരു ക്ലാസ്സിൽ നിർത്താമെന്ന് ഞാൻ കരുതിയെങ്കിലും ഇപ്പോൾ 2 ക്ലാസ് ആയിട്ട് അതിന്റെ പകുതി പോലും എത്തിയിട്ടില്ല. ഇന്ന് അതുകൊണ്ട് ഞാൻ വേറെ ഒരു വിഷയവും ആമുഖമായിട്ട് പറയുന്നില്ല, അതിൽ തന്നെ കയറുവാനും ഇന്ന് ആ അധ്യായം ചിന്തിച്ച് തീർക്കുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. സാത്താൻ ഇന്ന് എന്ത് തന്ത്രമാണോ ലോകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ എന്ത് തന്ത്രമാണോ ഉപയോഗിച്ചിരിക്കുന്നത്, ഇന്ന് ലോകത്തെ അടക്കി വാഴുന്ന നിലയിൽ എന്ത് തന്ത്രമാണോ അവൻ ഉപയോഗിച്ചിരിക്കുന്നത്, ആ തന്ത്രമാണ് നമ്മൾ ഇന്ന് ഈ 7-ാം അധ്യായത്തിൽ കൂടി പഠിക്കുന്നത്. ഇതിൽ ഒരു അധ്യായവും മാറ്റിവെക്കാൻ പറ്റുന്നതല്ല, ഓരോന്നും വളരെ യുണീക്കാണ്. അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ള ഓരോ ചാപ്റ്റേഴ്സാണ് നമ്മൾ പഠിച്ചു വരുന്നത്. 8-ാമത്തെ അധ്യായം അതിമനോഹരമായ ഒരു ചാപ്റ്ററാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് 7-ാം അധ്യായത്തിലെ ആ ഒരു തീം, ആ ഒരു ചിന്താ വിഷയവുമായിട്ട് നമ്മൾ ഫുള്ളി അലൈൻഡ് ആവണം, അതുമായിട്ട് ഫുള്ളി സിങ്ക് ആവണം. എന്നാലേ നമുക്ക് 8-ാമത്തെ അധ്യായം ശരിക്കും അത് മനസ്സിലാക്കുവാനും അത് എൻജോയ് ചെയ്യുവാനും കഴിയത്തുള്ളൂ. അതുകൊണ്ട് 7-ാം അധ്യായത്തിൽ പറയുന്ന തീം എന്താണെന്നുള്ളത് നമുക്ക് വാസ്തവമായിട്ട് മനസ്സിലാകുവാൻ നമ്മുടെ ഹൃദയ നിലങ്ങൾ ഒരുങ്ങപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വിഷയം ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ഇതിലേക്ക് വരാമുഖമായിട്ടൊന്നും പറയുന്നില്ലെങ്കിലും ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു വിഷയം പെട്ടെന്നൊന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ദ ഗേറ്റ് മിനിസ്ട്രീസിന്റെ യൂട്യൂബ് ചാനൽ, നമ്മുടെ യൂട്യൂബ് ചാനൽ 50,000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു വലിയ സന്തോഷത്തിന്റെ വിഷയമാണ്. മറ്റനേകർക്ക് ഒരു പക്ഷത്തുണ്ടെങ്കിൽ അത്രമാത്രം ജനങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഗ്രേസ് ഗോസ്പൽ പ്രസംഗിക്കുന്ന ഈവൻ ഇന്റർനാഷണൽ ചർച്ചുകൾക്ക് പോലും 50,000 മേലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. വളരെ വളരെ ചുരുക്കമാണ്. അമേരിക്കയിൽ തന്നെ എനിക്കറിയാവുന്നതിൽ ലെസ് ഫെൽഡിക് എന്ന് പറയുന്ന ഒരു കർത്താവിന്റെ ദാസനുണ്ട്. അദ്ദേഹത്തിന് 50,000 മേലെ, ഏകദേശം 1,00,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് കർത്താവ് സഹായിച്ച് 50,000 മേലെ ജനം നമ്മളെ കാണുവാൻ ആഗ്രഹം കാണിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തിൻ്റെ ഒരു വിഷയമാണ്. അതുകൊണ്ട് അടുത്ത ആഴ്ചയിൽ നമ്മളത് സെലിബ്രേറ്റ് ചെയ്യും, അതിനുവേണ്ടി പ്രാർത്ഥിക്കും, ഒന്നിച്ച് ചേർന്ന് നന്ദി പറയും. നമ്മുടെ ചർച്ച് അഫിലിയേറ്റഡ് ആയിരിക്കുന്നത് അമേരിക്കയിലുള്ള കൊളംബസ് ബൈബിൾ ചർച്ചുമായിട്ടാണ്. അതിന്റെ പാസ്റ്റർ, അതിന്റെ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ ഡേവിഡ് റീഡ് അടുത്ത ആഴ്ചയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. അദ്ദേഹം ആദ്യത്തെ 10 മിനിറ്റ് നമ്മളോട് വചനത്തിൽ നിന്ന് സംസാരിക്കും. അതിനുശേഷം നമ്മൾ ആ യൂട്യൂബ് ചാനൽ നമുക്ക് 50,000 സബ്സ്ക്രൈബേഴ്സ് ലഭിച്ച ആ ഒരു സന്തോഷം ദൈവത്തിന്റെ സന്നിധിയിൽ ചേർന്ന് പങ്കുവെച്ച് ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് അത് അവസാനിക്കും. അതിനുശേഷം തുടർമാനമായിട്ട് നമ്മുടെ റോമാലേഖന പഠനം ആരംഭിക്കും. അദ്ദേഹം നമ്മളെ വിട്ട് യൂട്യൂബിൽ നിന്ന് മാറുകയും ചെയ്യും. അപ്പോൾ അടുത്ത ആഴ്ചയിലെ ആ മീറ്റിങ്ങിൽ ആദ്യത്തെ ഒരു ഫസ്റ്റ് 15 മിനിറ്റ് ഡേവിഡ് റീഡ് പാസ്റ്റർ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും വന്നു ചേരുവാനും തക്ക സമയത്ത് തന്നെ ജോയിൻ ആകുവാനും ഞാൻ വിശേഷാൽ ഓർപ്പിക്കണം. നമുക്ക് സന്തോഷത്തിന്റെ സമയമാണ്. ചേർന്ന് അതിന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. റോമാലേഖനം 7-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം മുതൽ 25-ാമത്തെ വാക്യം വരെ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഞാൻ അതിന്റെ പുറകോട്ട് പോകുന്നില്ല, കാര്യം പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ വീണ്ടും നിൽക്കേണ്ടതായിട്ട് വരും. യൂട്യൂബിൽ നമ്മൾ ചിന്തിച്ചത് അവൈലബിൾ ആണല്ലോ, അതുകൊണ്ട് അത് തുടർമാനമായിട്ട് നമുക്ക് കേൾക്കാനുള്ള മുഖാന്തരം ഉണ്ടല്ലോ. 14-ാമത്തെ അധ്യായം മുതൽ 25-ാമത്തെ അധ്യായം വരെ, 25-ാമത്തെ വാക്യം വരെയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഈ അധ്യായത്തിന്റെ പ്രതിപാദ്യ വിഷയം നാം നന്നായിട്ട് മനസ്സിലാക്കണം. വളരെ ട്രിക്കിയായത്, ഇതിനെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കണം. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ ഒരുവൻ, അഥവാ ക്രിസ്തുവിൽ മരിച്ച ഒരാൾ ന്യായപ്രമാണത്തിന്റെ അധീനതയിൽ നിന്ന് അല്ലെങ്കിൽ അധികാരത്തിൽ നിന്ന് മോചിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്.
വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും കർത്താവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തിന് പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുക. അങ്ങനെ കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഒരുവൻ ന്യായപ്രമാണത്തിന്റെ അധികാരത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു എന്നാണ് 7-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന്റെ പല തുറകളിൽ കൂടിയാണ് നമ്മളെ പറഞ്ഞു മനസ്സിലാക്കുന്നത്. ന്യായപ്രമാണത്തിലെ ഒരു നിബന്ധനകൾക്കും നിങ്ങളുടെ നിത്യത എന്ന അവകാശത്തിൽ നിന്ന് ഇനി വേർപിരിക്കുവാൻ കഴിയത്തില്ല. നിങ്ങളുടെ നിത്യത ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ നിത്യതയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഈ ശരീരത്തിലായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ നിത്യതയുടെ ഒരു എൻഡ് നമ്മുടെ ഈ ശരീരത്തിൽ വെച്ച് തന്നെ നമുക്ക് അനുഭവിക്കാവുന്ന നിലയിൽ നാം നമ്മുടെ നിത്യതയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. യുവർ എറ്റേണിറ്റി ഹാസ് ഓൾറെഡി ബിഗൺ എന്നൊരു വലിയ സ്വർഗീയ സദ്വർത്തമാനമാണ് നമ്മൾ ഇതിൽ കൂടെ പഠിക്കുന്നത്. നിങ്ങൾ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. നിങ്ങൾക്ക് ന്യായപ്രമാണ സംബന്ധമായി നിങ്ങൾ മരിച്ചിരിക്കുന്നു. ഇതെല്ലാം നൂറ്റാണ്ടുകളായി ക്രിസ്ത്യാനികളെ തളച്ചിട്ടിരുന്ന, ഞാൻ ഒന്നുകൂടെ പറയാം, 100 കണക്കിന് വർഷങ്ങളായിട്ട് ക്രിസ്ത്യാനിയെ തളച്ചിട്ടിരുന്ന തെറ്റായ പഠിപ്പിക്കലുകളുടെ മേലുള്ള സ്വർഗീയ പ്രഖ്യാപനമായത്. ഇതാണ് 7-ാം അധ്യായത്തിന്റെ പ്രതിപാദ്യ വിഷയം. നമ്മൾ അതിലേക്ക് അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങും. കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്നും മനസ്സിലാക്കും. ഇതൊരു പക്ഷെ കേൾക്കുമ്പോൾ എല്ലാവരും വിശ്വസിച്ചു എന്ന് വരത്തില്ല. കാരണം 10 കൽപ്പന, പതാരം, പൗരോഹിത്യം, മറ്റ് 613 സബ് ക്ലോസസുകൾ കൊടുത്തിരിക്കുന്ന നിയമാവലികളൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്ന തോറ, ആ വലിയ ന്യായപ്രമാണ പുസ്തകം, ആ ന്യായപ്രമാണത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് നിൽക്കുന്ന കോടിക്കണക്കിന് ക്രിസ്ത്യാനികൾ എന്നുണ്ട്. ഈവൻ വിശ്വാസികളെന്നും വിശ്വാസി സമൂഹമെന്നും ഒക്കെ അഭിമാനിക്കുന്നവർ തന്നെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കേൾക്കുവാനിടയായി, ഞാൻ ഓർക്കുന്നില്ല ഏത് വീഡിയോ ആണെന്ന്, പക്ഷെ അങ്ങനെ കേൾക്കുവാനായിട്ട് ഇടയായി. സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണമെന്ന് വിശ്വാസി സമൂഹത്തിൽ ചിലരുടെ ഇടയിൽ ഇന്റർവ്യൂ ഒരാൾ ചോദിക്കുന്നതായിട്ട്. അതിന് ഒട്ടുമുക്കാലും പേരുടെ ആൻസർ എന്ന് പറയുന്നത് 10 കൽപ്പനയാണ്. നമ്മൾ 10 കൽപ്പന അനുസരിക്കണം, അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ പോകുന്ന. സ്നേഹിത, ഞാൻ എഴുതി ഒപ്പിട്ട് നിങ്ങളുടെ കയ്യിൽ തരാം, നിങ്ങൾ വളരെ ദാരുണമായിട്ട് കൈവിടപ്പെട്ടു പോകും. വളരെ ദാരുണമായിട്ട് കർത്താവിന്റെ വരവിൽ നിങ്ങൾ കൈവിടപ്പെട്ടു പോകും. കാരണം താങ്കൾക്ക് സുവിശേഷം എന്താണെന്നേ അറിയത്തില്ല. പിന്നെ എങ്ങനെ അതിൽ വിശ്വസിക്കും, എങ്ങനെ അതിൽ ആശ്രയിക്കും? ഈ സുവിശേഷത്തിൽ ട്രസ്റ്റ് ആണ്, ട്രസ്റ്റ്, വിശ്വാസമല്ല. വിശ്വാസം എല്ലാവർക്കും ഉണ്ട്, സാധാരണ വിശ്വാസമുണ്ട്. ഇത് മൊബൈൽ ഫോൺ ആണെന്നുകൊണ്ട് വിശ്വസിക്കുന്നുണ്ട്, ഞാനും വിശ്വസിക്കുന്നുണ്ട്. നമുക്കൊരു ട്രസ്റ്റാ വേണ്ടുന്നത്, അതിലുള്ള ഒരു ട്രസ്റ്റാ വേണ്ടത്. കർത്താവ് നമ്മളെ കാൽവറിയിലൂടെ വീണ്ടെടുത്തു എന്നുള്ളത് ഒരറിവാണ്. അതിൽ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നും അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അതങ്ങ് വിശ്വസിച്ചാൽ മതി. പക്ഷെ അതിലെ ആശ്രയമാണ് അവിടുത്തെ വിഷയം. അതിൽ വിശ്വസിക്കുകയും അതിൽ ആശ്രയിക്കുകയും. ട്രസ്റ്റ്, ബിലീവ് അല്ല, ട്രസ്റ്റ് ആണ്. കർത്താവ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ടു. എൻ്റെ പാപം തൻ്റെ തോളിൽ ഏറ്റിക്കൊണ്ട് എനിക്ക് പകരമായിട്ട് ഒരു പ്രായശ്ചിത്ത യാഗമായി തീർന്നിരിക്കുന്നു. ഞാൻ ഇനി പാപിയല്ല, എൻ്റെ പാപം കർത്താവ് എനിക്ക് പകരമായിട്ട് എനിക്ക് വേണ്ടി കർത്താവ് മരിച്ചിരിക്കുന്നു. അതിലെ ആഴമായ വിശ്വാസം, ആ കർത്താവിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിലേക്ക് വരികയും എന്നെ അവന്റെ ആത്മാവിനാൽ പൊതിയുകയും ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ അവനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നു. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അവന്റെ ആത്മാവിനാൽ നമ്മൾ പൊതിയപ്പെട്ടിരിക്കുക, കർത്താവിനെ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുക. ഇതിലെ വിശ്വാസവും ഇതിലെ ആശ്രയവുമാണ് ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരാളുടെ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിൽ കാര്യമല്ല. യേശു ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്നതിൽ ഒരു കഥയുമില്ല. താങ്കൾ ഇന്ന് അതുകൊണ്ട് രക്ഷിക്കപ്പെടത്തില്ല. അതല്ല താങ്കളുടെ സുവിശേഷം. അത് സുവിശേഷമായിരുന്ന ഒരു ഗ്രൂപ്പുണ്ട്, ഒരു കൂട്ടരുണ്ട്, അത് യഹൂദന്മാരാണ്. അവർ വിശ്വസിക്കേണ്ടിരുന്നത് യേശു തന്നെ ക്രിസ്തു, അതാണ്. എന്നാൽ നമ്മുടെ വിശ്വാസം അതല്ല. യേശു തന്നെ ക്രിസ്തു എന്ന് സാധാരണ അറിയാം. നമ്മൾ ഇന്ന് അതിൽ വിശ്വസിക്കുന്നതുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെടത്തില്ല. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് കർത്താവ് എന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ള വിശ്വാസമാണ്. അത് നിങ്ങൾ 10 കൽപ്പനയാണ്, പതാരമാണ്, പൗരോഹിത്യമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ രക്ഷിക്കപ്പെടും? ഇന്ന് വിശ്വാസികൾ എന്ന് വിശ്വസിക്കുന്ന അനേകർക്ക് ഈ കാൽവറി ക്രൂശിലൂടെ എന്താണ് ആക്ച്വലി നടന്നതെന്ന് ഉള്ളതിനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണയില്ല. കർത്താവ് മരിച്ചു എന്നറിയാം, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നും അറിയാം. ഇതിലൊന്നും ഒരു കഥയില്ല. നിങ്ങളത് അറിഞ്ഞുകൊണ്ട് കഥയില്ല, നിങ്ങൾ വാസ്തവം അറിയുന്നില്ല. ഇവിടെ ഞാൻ പറയുന്നത് കോടിക്കണക്കിന് ജനങ്ങൾ കൈവിടപ്പെട്ടു പോകും, ദാരുണമായിട്ട് കൈവിടപ്പെട്ടു പോകും. അവർ പോകുമെന്ന് വിചാരിച്ച് അങ്ങനെ തയ്യാറെടുത്ത് നിന്നവർ ഒരുത്തർ പോലും പോയിട്ടില്ല. ഇതാണ് ചിന്താവിഷയം. 7-ാം അധ്യായത്തിൽ നമ്മൾ പല കാര്യങ്ങളും മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ പഠിച്ച വിഷയങ്ങളുമായിട്ട് അലൈൻഡ് ആയിട്ട് വരത്തില്ല.
അതുമായിട്ട് ചേർന്ന് പോകത്തില്ല. കാരണം മത്തായി, മർക്കോസ്, ലൂക്കോസ്, കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ യഹൂദിയ മശിഹ, ആ വാഗ്ദത്ത മശിഹ അവരുടെ ഇടയിൽ ന്യായപ്രമാണം കൺഫേം ചെയ്യാനായിട്ട് വന്ന വരവാ. അത് അരുമയേറിയ ബുക്കുകളാണ്, 4 പുസ്തകങ്ങൾ. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനെ നിങ്ങൾ ഒട്ടും കുറച്ച് കാണരുത്. ഐം റിയലി സോറി, ഞാൻ അങ്ങനെ ഒരു ഇംപ്രഷൻ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ. അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട, അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വർഗത്തിൽ ദൈവം പ്ലാൻ ചെയ്തിരുന്ന സ്വർഗീയ പദ്ധതിയുടെ നിറവേറൽ, ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച് ഈ കർത്താവിന്റെ പാദം ഈ ലോകത്തിൽ നടന്ന് ഇവിടെ സംസാരിച്ച വചനങ്ങളായി എഴുതിയിരിക്കുന്നത്. അതിന് ഒട്ടും കുറവ് വിചാരിക്കല്ല. ഐ ലവ് ദാറ്റ്. ഞാൻ എന്നെ തന്നെ അതിന്റെ മുന്നിൽ സാഷ്ടാംഗം സമർപ്പിക്കുക. പക്ഷേ ആ വചനം നമ്മളോട് പറഞ്ഞതല്ല. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ആരും അവിടെ ഇല്ലായിരുന്നു. അത് യഹൂദനോടും അവരുടെ വാഗ്ദത്ത മശിഹയായിട്ട് കർത്താവ് ലോകത്തിൽ വന്ന ചരിത്രം എഴുതിയിരിക്കുന്ന 4 ബുക്കുകളാണ്. അവിടെ രക്ഷാപദ്ധതി ന്യായപ്രമാണമാണ്. ആ ന്യായപ്രമാണം കൺഫേം ചെയ്യാനാണ് കർത്താവ് വന്നത്. പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു പരിച്ഛേദനക്കാർക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു. ക്രിസ്ത്യാനിയുടെ ഫൗണ്ടേഷണൽ ഡോക്ടറിൽ അത് വരുന്നില്ല. നമ്മുടെ ഫൗണ്ടേഷൻ ആരംഭിക്കുന്ന റോമാലേഖനം മുതൽ ഫിലമോൻ എഴുതിയ ലേഖനം വരെയാണ്. റോമാലേഖനമാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ റോമാലേഖനത്തിൽ പറയുന്ന ഒട്ടുമുക്കാലും കാര്യങ്ങളുമായിട്ട് ചേരത്തില്ല. 7-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുന്നത് ന്യായപ്രമാണമായിട്ട് നമ്മൾ മരിച്ചിരിക്കുന്നു, ന്യായപ്രമാണത്തിന് നമ്മുടെ മേൽ ഒരു അധികാരവും ഇല്ലെന്ന്. എന്നാൽ കർത്താവ് വായ്മൊഴിയായിട്ട് ധനവാനായ ചെറുപ്പക്കാരനോട് എന്താ പറഞ്ഞു? കർത്താവെ, ഞാൻ ജീവനിൽ കിടക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ധനവാനായ ചെറുപ്പക്കാരനോട് പറയുകയാണ്, നീ പോയി ന്യായപ്രമാണം, മോശയുടെ ന്യായപ്രമാണം പാലിക്കണം, വള്ളിപ്പുള്ളി വിടാതെ അത് പാലിക്കണം. അതിന് ഓരോന്നും അവൻ ഏതാന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എടുത്തു പറഞ്ഞു കൊടുക്കുക, ഞാനല്ലാതെ തന്നെ ദൈവം നിനക്കുണ്ടാകരുത്, നിന്റെ അപ്പനെ അമ്മയെ അനുസരിക്കുക, ബഹുമാനിക്കുക, നീ കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്. ഈ ന്യായപ്രമാണത്തിന്റെ 10 കൽപ്പനയും 613 സബ് ക്ലോസസ് അടങ്ങുന്ന തോറ, അത് നീ ഫോളോ ചെയ്യണമെന്ന് പറയുക. ഒരു വാക്യം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചോട്ടെ. ഇത് കണ്ടോ, കർത്താവ് പറഞ്ഞൊരു വാക്യം കണ്ടോ? മത്തായി 23-ന്റെ 1-ാമത്തെ വാക്യം കണ്ടോ? ഇവിടെ പറയുക, അനന്തരം യേശു പുരുഷാരത്തോടും തന്റെ ശിഷ്യന്മാരോടും പറഞ്ഞത്. അവിടെ വന്നുകൂടിയ ജനത്തോടും ശിഷ്യന്മാരോടും കർത്താവ് പറഞ്ഞൊരു വാക്യമാണ്. അവിടെ പറയുകയാണ്, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു. ഈ ശാസ്ത്രിമാരെന്ന് പറയുന്നത് അവിടുത്തെ സ്ക്രൈബ്സ് ആണ്. സ്ക്രൈബ്സ് ആൻഡ് ഫരീസീസ് എന്ന് പറഞ്ഞ ന്യായപ്രമാണം വരെ എന്താ പറയുന്നത്, കോപ്പി എഴുതുകയും അതിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള പണ്ഡിതന്മാരാണ് ഈ ശാസ്ത്രിമാരെന്ന് പറയുന്നത്. അവരാണ് ഏറ്റവും ഹൈ ലെവൽ ജോലികൾ ഈ ഒരു വിഷയത്തിനോടുള്ള ബന്ധത്തിൽ, ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിൽ ചെയ്യുന്നത്. ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു, ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ചു ചെയ്യുവീൻ, അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും, അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. ഇവിടെ പറയുന്നത് ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ മോശയുടെ ആ ഒരു പീഠത്തിൽ, ന്യായപ്രമാണം വെച്ചിരിക്കുന്ന പീഠം, അവിടെ നിന്ന് വായിച്ച് പഠിപ്പിക്കേണ്ട ഒരു പീഠമുണ്ട്. അവരൊക്കെ അതിൽ ഇരിക്കുന്നതല്ല, അത് വേണ്ടുന്ന വണ്ണം അവർ ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അവർ ചെയ്യുന്നത് പോലെ ആയി പോകല്, കപട ഭക്തിക്കാരവര്. നിങ്ങൾ മോശയെ തന്നിരിക്കുന്ന ന്യായപ്രമാണം ഫോളോ ചെയ്യണമെന്ന് കർത്താവ് ഉറപ്പിക്കുക, ജനത്തോടും ശിഷ്യന്മാരോടും പറയുക. അതിനെ ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, അവരെല്ലാം കപട ഭക്തിക്കാരായി മാറിപ്പോയിരിക്കുക. പക്ഷെ നിങ്ങൾ അങ്ങനെ ആകരുതെന്ന് പറയുക. ഇതാണ് കർത്താവ് ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിൽ അവരോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമ്മളിപ്പോ ഇവിടെ പഠിക്കുന്നത് എന്തുവാ? ന്യായപ്രമാണം എന്ന കൈയെഴുത്ത് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്നാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതിന്റെ റോമാലേഖനത്തിന്റെ 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു വായ്മൊഴിയായിട്ട് പറഞ്ഞ 2 ഇൻസ്റ്റൻസാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ. അതിന് കടക വിരുദ്ധമാണ് ഈ റോമാലേഖനത്തിൽ പഠിപ്പിക്കുന്നത്. 7-ാം അധ്യായത്തിൽ പറഞ്ഞത് ന്യായപ്രമാണ സംബന്ധമായിട്ട് നിങ്ങൾ മരിച്ചിരിക്കുന്നു. യു ഹാവ് ആബ്സല്യൂട്ട്ലി നോ കണക്ഷൻ വിത്ത് ദ ലോ. ഇതാ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇന്ന് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിലാണ് നമ്മുടെ ഉപദേശം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ സിംപ്ലി കൈവിടപ്പെട്ടു പോകും. കാര്യം അത് ലോട്ടറി, നറുക്കെടുപ്പ് കഴിഞ്ഞു പോയ ഒരു ലോട്ടറി ടിക്കറ്റിന് സമമായിരുന്നു. അത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യമല്ല, എന്നോട് നിങ്ങളോടും പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. 99.9% ക്രിസ്ത്യാനിയും ജാതികളാണ്.
നമ്മളെ വീണ്ടെടുക്കുന്ന പദ്ധതി അല്ല 4 പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ഉലകം മുഴുവൻ മനസ്സിലാക്കിയിരിക്കുന്ന ആ 4 പുസ്തകമാണ് സുവിശേഷം. ആ സുവിശേഷം നിങ്ങൾ ഫോളോ ചെയ്യുക, ഒരു ചവിട്ടം തടിച്ച മറ്റേ ചകിടം കാണിച്ചു കൊടുക്കുക, 10 കൽപ്പന അനുസരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുക. ഇതാണ് ഇന്ന് ക്രിസ്ത്യാനിയെ വിഴുങ്ങിയിരിക്കുന്നത്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്കാണ് ഈ അധ്യായത്തിൽ കൂടെ വരാൻ പോകുന്നത്. ന്യായപ്രമാണം. റോമാലേഖനം 7-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. റോമാലേഖനം 7-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം. 7-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ. ഇതാ ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ന്യായപ്രമാണം ആത്മീകം എന്ന് നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല, പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതെന്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ! ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. ഈ വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. 14-ാമത്തെ വാക്യം മുതൽ: ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ ഈ വിഷയത്തിലേക്ക് വരികയാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇതിന്റെ വാക്യ പ്രതിവാക്യമായിട്ട് വേഴ്സ് ബൈ വേഴ്സ് ആയിട്ട് ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇന്ന് ഈ ക്ലാസ് തീരത്തില്ല. ഞാൻ അതുകൊണ്ട് ഇതിന്റെ ഒരു രത്ന ചുരുക്കം, ഇതിന്റെ ഒരു എസൻസ് എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇത് വായിക്കും. അന്നേരം നിങ്ങൾക്ക് ഇതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പിന്നീട് നമുക്കതിനെ ഡീല് ചെയ്യുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. കർത്താവിന്റെ, അതായത് നമ്മുടെ കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തിൽ പങ്കാളിയാവുന്ന സ്നാനം നമുക്ക് ലഭിച്ചുവെങ്കിലും പാപം അതുകൊണ്ട് നമ്മളെ വിട്ട് ഓടിപ്പോകുന്നില്ല. നമ്മൾ കർത്താവിൽ ആഴമായിട്ട് വിശ്വസിക്കുകയും അതിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോഴത്തേന് നാം ആ മരണ പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുവാൻ കർത്താവിൽ സ്നാനം ലഭ്യമാവുകയാണ്. പക്ഷെ ആ സംഗതി നടക്കുന്നത് കൊണ്ട് പാപം നമ്മളെ വിട്ട് ഓടിപ്പോകുന്നില്ല, അത് നിർവീര്യമായി പോകുന്നില്ല, ഒരിക്കലും അത് നമ്മിൽ നിന്ന് മാറിപ്പോകുന്നില്ല. ബട്ട് ഗോഡ് റിമൂവ് ദ പവർ ആൻഡ് അതോറിറ്റി ദേ ഹാഡ് ഇൻ യു. ഈ പാപത്തിന് നമ്മുടെ മേലുണ്ടായിരുന്ന ഒരു അധികാരമുണ്ട്, ആ പാപത്തിന് നമ്മുടെ മേലുണ്ടായിരുന്ന ഒരു അവകാശമുണ്ട്. അതിൽ നിന്ന് നമ്മളെ മാറ്റിയിരിക്കുക. സാത്താനും പാപവും എന്നും നമുക്ക് ചുറ്റും തന്നെ ഉണ്ടാവും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അകത്തെ മനുഷ്യൻ, നമ്മുടെ ഇന്നർ മാൻ, അതിലൊരു ദൃഢമായ നിശ്ചയം നമ്മൾ എടുക്കണം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവബോധന്റെ ഉത്തരവാദിത്വം അത്. നമ്മൾ മറ്റുള്ളവരെ ലോകക്കാർ നടക്കുന്നത് പോലെ നമുക്ക് നടക്കുവാൻ കഴിയത്തില്ല. ഒരിക്കൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അകത്ത് വസിക്കുന്ന ആളും പുറത്ത് വസിക്കുന്ന ആളും, പുറത്തെ മനുഷ്യനും അകത്തെ മനുഷ്യനും രണ്ടും രണ്ട് ക്യാരക്ടേഴ്സാണ്. അവർ തമ്മിൽ പിന്നെ ചേർന്ന് പോകത്തില്ല. നമുക്ക് ഒരു ദൃഢ നിശ്ചയം ഇവിടെ എടുക്കണം. എന്ത് നിശ്ചയം എടുക്കണം? നമ്മൾ ക്രിസ്തുവിൽ മരിച്ചവരാണ്, പാപത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചവരാണ് എന്നൊരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ഇതാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലൊക്കെ പഠിച്ചു വരുന്ന ഭാഗങ്ങൾ തന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ്. 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നമ്മൾ പഠിച്ചത്, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ വാഴുമാറ് അതിന്റെ മോഹങ്ങളെ അനുസരിക്കരുത്. പാപം നമ്മുടെ മർത്യ ശരീരത്തിൽ, പാപം നമ്മളോട് അടുത്ത് തന്നെ നിപ്പുണ്ട്, 4 വിരൽ ദൂരത്ത് നിപ്പുണ്ട്. സാത്താനും പാപവും ഒക്കെ നമ്മളെ പ്രലോഭിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നമ്മുടെ കൂടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ പാപം നിങ്ങളുടെ ഈ മർത്യ ശരീരത്തിൽ, ഈ മോർട്ടൽ ബോഡിയിൽ, ഈ മർത്യ ശരീരത്തിൽ അത് കയറി വാണുകളെയും നമ്മളതിനെ അനുവദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ വാഴുമാർ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കരുത്.
നാം ആത്മാവിനെ അനുസരിച്ച് നടക്കണം, അഥവാ നമ്മുടെ അകത്തെ മനുഷ്യനെ അനുസരിച്ച് നടക്കണം. അകത്തെ മനുഷ്യൻ ആത്മാവിൽ ബലപ്പെട്ടിരിക്കണം. ഞാൻ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം, കുറെ കൂടെ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അടുത്ത സെഷനിലേക്കൊക്കെ വരുമ്പോഴത്തേന് ഇത് കൂടുതൽ മനസ്സിലാകും. നമ്മുടെ അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും രണ്ട് ക്യാരക്ടേഴ്സാണ്. പലരും ചോദിക്കാറുണ്ട്, അകത്തെ മനുഷ്യൻ ബലപ്പെടണം എന്നൊക്കെ പറയുന്നത് ശരിയാ, പക്ഷെ അത് എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതിന് എന്ത് ചെയ്തു കഴിഞ്ഞാൽ അകത്തെ മനുഷ്യൻ ബലപ്പെടും? എന്താണ് അതിന് വേണ്ടുന്ന ഫുഡ്? എന്ത് കൊടുത്ത് അതിനെ ബലപ്പെടുത്താൻ പറ്റും എന്നൊക്കെ പലരും അതിനൊരു ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ചില ടിപ്പുകൾ പറഞ്ഞുതരാം. ചില കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ വിഷയങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ പറയാം. ഒന്നാമതായിട്ട് നമുക്ക് അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും രണ്ട് ക്യാരക്ടേഴ്സ് ആണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഈ പുറത്തെ ആളല്ല അകത്തെ മനുഷ്യൻ എന്ന് പറയുന്നത്. അകത്തെ മനുഷ്യനാണ് ഈ വീണ്ടെടുപ്പ് ലഭ്യമായിരിക്കുന്നത്. ഈ പുറത്തേത് ഒരു എന്താ പറയുന്നത്, ഒരു ജഡമയമാണ്. ഈ ലോകവുമായിട്ട്, ഈ ലോകത്തിലെ എല്ലാ പാപ പ്രകൃതങ്ങളും ഇഷ്ടപ്പെടുന്ന ആ ഒരു ശരീരത്തെയാണ് നമുക്ക് ഈ പുറത്തെ മനുഷ്യനെ തന്നിരിക്കുന്നത്. എന്നാൽ ഇതിനകത്തെ മനുഷ്യനാണ് യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുകയും കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വന്ന് അകത്തൊരു ഭയങ്കര രൂപാന്തരം നടന്നിരിക്കുക. പക്ഷെ ആ പുറത്തെ ചട്ടക്കൂട് അത് തന്നെയാണ്. നമ്മൾ കണ്ണാടി പോയി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ ആള് തന്നെയാണ്. അതേ മുടി, അതേ മീശ, അതേ മൂക്ക്, ഒരു ചേഞ്ചുമില്ല. അതേ ഉടുപ്പ്, അതേ കണ്ണാടി. മനസ്സിലായോ? ആൾ അത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇത് തമ്മിലൊരു വ്യത്യാസം ഉണ്ട് എന്ന് പ്രാരംഭമായിട്ട് മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് ഇന്ദ്രിയ ജയം നമുക്കുണ്ടായിരിക്കണം. ഒരു വലിയ അനേകര് വീണു പോകുന്ന ഒരു ഏറിയ അത് ഇന്ദ്രിയ ജയം. ഇന്ദ്രിയ ജയം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾ, 5 ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയും. കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, ചെവി. ഈ 5 ഇന്ദ്രിയങ്ങളുടെ മേൽ നമുക്കൊരു ജയം ഉണ്ടായിരിക്കണം. നമുക്ക് കൺട്രോൾ ഉണ്ടായിരിക്കണം. കണ്ണിന്റെ മേലെ നമുക്കൊരു കൺട്രോൾ ഉണ്ടായിരിക്കണം. നമ്മൾ കാണരുതാത്തത് കാണത്തില്ല, കാണരുതാത്തത് കാണാൻ പോകത്തില്ല എന്നൊരു അധികാരം. പുറത്തെ മനുഷ്യൻ പറയും എന്റെ കണ്ണ് എനിക്കിത് കാണണമെന്ന് പറയുമ്പോൾ അകത്തെ മനുഷ്യൻ അതിനെ സപ്രസ് ചെയ്യണം, അതിനെ കൺട്രോൾ ചെയ്യണം. അല്ല, നമുക്കുള്ളതല്ല അതെന്ന് പറഞ്ഞ് അതിനെ കൺട്രോൾ ചെയ്യണം. കണ്ണ്. അതുപോലെ തന്നെ നാക്കെന്ന് പറയുമ്പോൾ നമുക്ക് രുചിക്കാൻ പാടില്ലാത്തത് രുചിക്കുകയും കുടിക്കുകയും കഴിക്കുകയും വേണ്ടാത്തതിനൊക്കെ പോവുകയും ചെയ്യരുത്. കാര്യം അത് നമ്മളോട് പറഞ്ഞിട്ടുള്ളതിൽ അതിൻ്റെ മേലൊരു കൺട്രോൾ ഉണ്ടായിരിക്കണം. നാക്കെന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. സംസാരം വളരെ കൺട്രോൾഡ് ആയിരിക്കണം. നമുക്ക് അതിൻ്റെ മേലൊരു ജയം ഉണ്ടായിരിക്കണം. പലരുടെയും കൺട്രോൾ പോകുന്ന ഒരു ഏറിയയാണ് അത്. പക്ഷെ എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മേൽ ദൈവ പൈതലാണ്, എനിക്ക് ആ നാവിൻ്റെ മേലൊരു കൺട്രോൾ ഉണ്ടായിരിക്കണം എന്നൊരു കടിഞ്ഞാണ് അതിന് മേലെ നമുക്ക് ഇടാൻ കഴിയണം. അവിടെയാണ് നമ്മുടെ കൺട്രോള് നമ്മൾ തെളിയിക്കേണ്ടത്. 39-ാമത്തെ സങ്കീർത്തനമാണെന്ന് തോന്നുന്നു, അതിലിങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ നാവിനെ സൂക്ഷിക്കും, പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ കാലുകളെയും എൻ്റെ നാവിനെ സൂക്ഷിക്കും എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. എൻ്റെ വഴികളെ ഞാൻ സൂക്ഷിക്കും. അതായത് നിൽക്കരുതാത്ത വഴിയിൽ നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വായിൽ പാപം വരും. അതുകൊണ്ട് നമ്മുടെ കാലുകളെ സൂക്ഷിക്കണം, നമ്മുടെ വഴികളെ സൂക്ഷിക്കണം, പാപം നമ്മുടെ വായിൽ വരാതിരിക്കാൻ, അങ്ങനെയുള്ള സംസാരങ്ങൾ വരാതിരിക്കാനായിട്ട്. അപ്പം അതിൻ്റെ മേലെ നമുക്കൊരു കൺട്രോൾ ഉണ്ടായിരിക്കണം. മൂക്ക്, ത്വക്ക്, ശരീരം, ഇതെല്ലാം നമുക്ക് തൊടരുത്, പിടിക്കരുത്, മണക്കരുത്. ഇതൊക്കെ നമുക്ക് അതിൻ്റെ മേലൊരു കൺട്രോൾ ഉണ്ടായിരിക്കണം. ഈ ചെവി എന്ന് പറയുന്നത് പലർക്കും വലിയ സന്തോഷമാണ്. ഈ ഫോൺ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരുടെ കുറ്റം പറയാനും, എന്തെങ്കിലുമൊക്കെ ഒരാളുടെ കുറ്റം പറയുന്നത് കേൾക്കാൻ വേറൊരാൾക്ക് ഒരു സന്തോഷമാണ്, ഒരു സുഖമാണ്, അതിലൊരു സുഖമുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇതൊന്നും കേൾക്കാനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കല്ല. നമ്മൾ സംസാരിക്കുമ്പം നമ്മൾ ആ പറയുന്നത് വേറൊരാൾക്കൊരു ഗുണമുണ്ടാകുന്നതായിരിക്കണം. നിങ്ങൾക്കിപ്പം തിരുവചനം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഒരു നല്ല കാര്യം അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ ആത്മീക ഉത്തേജനം തരുന്നൊരു കാര്യം വെളിപ്പെട്ടുവെങ്കിൽ അത് വിളിച്ച് വേറൊരാളോട് ഷെയർ ചെയ്യാം, പറയാം. അല്ലാതെ പിന്നെന്തോ ഉണ്ടെന്ന് ചോദിക്കും ആദ്യം വിളിച്ചിട്ട്. വിശേഷമൊന്നുമില്ല, സുഖമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്തോ ഉണ്ടെന്ന് ചോദിക്കും. ഇത് ചുമ്മാ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കും, ഒരു പണിയുമില്ല. അത് ഒത്തിരി പേര് ആ നിലയിൽ കൂടെ നമ്മളോട് ഇടപെടും. ഇതിന്റെയൊക്കെ മേലെ നമുക്കൊരു നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം. നമ്മൾ ഈ സംസാരിക്കുന്ന വിഷയങ്ങൾ, നമ്മൾ ഒരാളോടൊരു കാര്യം പറയുന്നുവെങ്കിൽ അത് എല്ലാം ആത്മീയ വിഷയമായിരിക്കണമെന്നില്ല. നമ്മുടെ ഒരു സാക്ഷിയെ ഉളവാക്കുന്ന രീതിയിലുള്ളതായിരിക്കണം. ഒരുത്തനെ കെടുത്തി കളയുന്നതോ ആത്മീക ശക്തിയിൽ നിന്ന് അവനെ വീഴ്ത്തി കളയുന്ന രീതിയിലുള്ള സംസാരം നമുക്കുണ്ടാകരുത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, ചെവി, ഇതിൻ്റെ എല്ലാം മേലെ നമുക്കൊരു ഇന്ദ്രിയ ജയം, ഒരു കൺട്രോൾ ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ കാര്യമാണ്. 2, തിരുവചന ധ്യാനം. ദൈവവചനം വായിക്കാനായിട്ട് സമയം വേർതിരിക്കണം.
പ്രാർത്ഥനയ്ക്കും ദൈവവചന ധ്യാനത്തിനായിട്ട്. പ്രാർത്ഥന എന്ന് പറയുമ്പോഴത്തേന് നമ്മളൊരു അരമണിക്കൂർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ബൈബിൾ വായിക്കാനായിട്ട് നമ്മൾ വേർതിരിക്കണം. ഇതെല്ലാം ഞാൻ പറയുന്ന ടിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെ നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്താൻ കഴിയുമെന്നുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കണം, പ്രത്യേകിച്ച് നമ്മുടെ പേഴ്സണൽ പ്രെയർ. ആ പേഴ്സണൽ പ്രെയറിന് സാധാരണ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് കട്ടിലാണ്. കട്ടിലിൽ കിടക്കുന്നതിന് മുമ്പും എഴുന്നേൽക്കുന്നതിന് മുമ്പും ഒക്കെ ആയിട്ടാണ്. കുഴപ്പമില്ല, എങ്കിലും കട്ടിലിൽ നിന്ന് ഇറങ്ങിയിരിക്കാന്നുണ്ടെങ്കിൽ അത് കുറെ കൂടെ നല്ലതായിരിക്കും. നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് ഒന്ന് മാറി താഴെ ഇറങ്ങിയിരിക്കാൻ പറ്റുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഒരു 15 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറ്റുന്നുള്ളതെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ. പക്ഷേ എന്നുണ്ടെങ്കിൽ ആ 15 മിനിറ്റ് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ദൈവത്തോട് പറയുക ചെയ്തത്. ദൈവത്തിന്റെ ആവശ്യങ്ങൾ നമ്മളോട് പറയുന്നത് നമ്മൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ തിരുവചനം വായിക്കാനോട് ദൈവത്തിന് പറയാനോട് അവസരം കൊടുക്കണം. അത് ഇതിൽ കൂടെ പറയുന്നത്. ഇതിൽ കൂടെ നിങ്ങൾ 15 മിനിറ്റ് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അരമണിക്കൂർ ഈ ബൈബിൾ വായിക്കണം. ഇതിൽ കൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും. അപ്പം അതിനു വേണ്ടിയിട്ട് സമയം വേർതിരിക്കുക, തിരുവചന ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ട്. പിന്നെ സുവിശേഷം അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടാകുക. നിങ്ങളിപ്പോൾ ഈ മീറ്റിങ്ങിൽ കൂടിയിരിക്കുന്നത് വേറെ ഒരു പണിയും ഇല്ലാഞ്ഞിട്ടല്ല. ഈ ഒരു സത്യം അറിയാനുള്ള ആഗ്രഹം കാരണം അത് വലിയ പോസിറ്റീവ് സൈനാണ്. അത് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പോരുന്ന് കേൾക്കണമെന്നല്ല. സത്യവചനം എവിടെ പഠിപ്പിക്കുന്നു അത് കേൾക്കുവാനുള്ള ഒരു ദാഹം നിങ്ങൾക്കുണ്ടായിരിക്കണം. അത് പഠിക്കണം, പഠിച്ചത് മറ്റുള്ളവരെ പഠിപ്പിക്കണം. ഇതിനൊക്കെ സമയം കണ്ടെത്തണം. മറ്റുള്ളവരോട് ഫോൺ വിളിച്ച് സംസാരിച്ചോ, കുഴപ്പമില്ല, ബ്രദർ ഇതുപോലാണ് കാര്യങ്ങൾ, അച്ഛായ ഇതുപോലാണ്, മാമ ഇതുപോലാണ്, ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു താല്പര്യവും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ഈ സമ്പത്ത്, അനുഗ്രഹം, ശാപം മുറിക്കല്, ഇതുപോലുള്ള കേസുകൾ കാണുന്നിടത്തോട്ട് പോകാതിരിക്കുക, തിരിഞ്ഞു നോക്കാതിരിക്കുക, അതിനൊന്ന് സമയം ചെലവഴിക്കാതിരിക്കുക. അതെല്ലാം ഈ ലോകത്തിലെ കാര്യങ്ങളാണ്. നമുക്ക് ഈ ലോകത്തിൽ 2 വർഷം കൂടെ കൂടിയിരിക്കുന്നതിലോ ജീവിച്ചിരിക്കുന്നതിലോ അല്ലെങ്കിൽ 10,000 രൂപ കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവും നിങ്ങൾക്കില്ല. നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ആ ഒരു ഏരിയയിലോട്ട് ഈ സമ്പത്തും കാറും കൊണ്ടുവന്ന് സൈക്കിളും കൊണ്ടുപോയി അനുഗ്രഹം, ബ്ലെസ്സിങ്, ഈ വക സംഗതികളിലേക്ക് തിരിഞ്ഞു പോലും നോക്കാതിരിക്കുക. എൻ്റെ വിഷയങ്ങളിൽ പോലും ഞാൻ ഇത് പറയാറില്ല. കാര്യം അതിന് നമുക്ക് സമയമില്ല. അതുപോലെ വേസ്റ്റ് ആണ്. ഇറ്റ്സ് എ റാബിഷ്. അതിനു വേണ്ടിയിട്ട് സമയം വേർതിരിക്കാതിരിക്കുക. ശാപം മുറിക്കൽ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കർത്താവിൽ വന്ന ഇത്ര വലിയ രക്ഷ, നിത്യത ഉറപ്പായിരിക്കുന്നത് നമുക്ക് ഇവിടുത്തെ ശാപമാണ് നമ്മളോട് തൂങ്ങിയിരിക്കുന്നത്. അത്ര പോലെ നമുക്ക് വിശ്വാസം ഇല്ലാത്തവരാണ് പിന്നെ ഇതിന്റെയൊക്കെ പുറകെ പോകുന്നത്. ഈ രക്ഷിക്കപ്പെട്ട് വരിക എന്നുള്ളത് ഒരു മാർഗമല്ലാതെ വേറെ ഒരു മാർഗവും ഈ ശാപം മുറിക്കലിനൊന്നുമില്ല. ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദാറ്റ്സ് ഇറ്റ്. ആ രക്ഷിക്കപ്പെടുന്നതെന്ന് ഒത്തിരി പേര് പറയാറുണ്ട്. ഞാൻ 82-ൽ രക്ഷിക്കപ്പെട്ടു, 93-ൽ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ. താങ്കൾക്ക് സുവിശേഷം എന്താണെന്നേ മനസ്സിലായിട്ടില്ല. പിന്നെ എങ്ങനെ താങ്കൾ രക്ഷിക്കപ്പെട്ടു? രക്ഷിക്കപ്പെട്ടത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. വിശ്വാസം എന്താണ്? എന്തിലാണ് നമുക്ക് രക്ഷ? ആരെയാണ് വിശ്വാസി എന്ന് പറയുന്നത്? യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നതല്ല വിശ്വാസി. അത് സാത്താൻ നിങ്ങളെക്കാട്ട് നല്ല വിശ്വാസി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതല്ല വിശ്വാസം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കർത്താവ് എൻ്റെ പാപങ്ങൾ തൻ്റെ തോളിൽ ഏറ്റിക്കൊണ്ട് എനിക്ക് പകരമായിട്ട് കാൽവറിയിൽ കർത്താവ് യാഗമായി, പ്രായശ്ചിത്ത യാഗമായി തീർന്നിരിക്കുക. ഞാൻ ഇനി പാപിയല്ല. ഇംപ്യൂട്ടഡ് റൈച്ചസ്നെസ്, കർത്താവിൻ്റെ ആ നീതി എൻ്റെ നീതിയായി കണക്കിടപ്പെട്ടിരിക്കുക. അങ്ങനെ എന്നെ നീതിമാനാക്കിയിരിക്കുക. കർത്താവിൻ്റെ ആത്മാവ് എന്നിലേക്ക് വന്നിരിക്കുക. ആ വിശ്വാസം, അതിലെ ആഴമായ സമർപ്പണം, ചുമ്മാ ഒരു വിശ്വാസമല്ല, അതിൽ സമർപ്പണമാണ്. പിന്നെ അത് വേറെ ഒന്നിൻ്റെയും പുറകെ പിന്നെ നമ്മൾ പോകത്തില്ല. അതുപോലത്തെ സമർപ്പണം, അതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതില്ലാതെ ഈ സംഗതികളൊന്നും നമ്മളെ വിട്ടു പോകത്തില്ല. ഒരിക്കൽ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളുടെയും ആവശ്യമില്ല. ഒരുത്തരുടെ അടുക്കൽ പ്രവചനം കേൾക്കാനും തലേ കൈവെക്കാനും പോകേണ്ട ആവശ്യമില്ല. ദയവായിട്ട് അങ്ങനെ പോകരുത്. പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ശിക്ഷ വിളിച്ചു വരുത്തുന്ന മാതിരിയാണ്. രണ്ടല്ല, 4-മത്തെ കാര്യം, നമ്മുടെ സ്വർഗീയ പ്രത്യാശയിൽ നമ്മൾ സന്തോഷിക്കുക. റിജോയ്സ് ഇൻ യുവർ ഹെവൻലി കോളിംഗ്, അല്ലെങ്കിൽ ആ ഹെവൻലി ഹോപ്പ്. നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ പ്രത്യാശ. നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ വിളിച്ച് വേർതിരിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്. മനസ്സിലായോ? ഇതൊന്നും ആക്കി വെക്കാൻ പോകുന്നതല്ല, ഓൾറെഡി നിങ്ങളെ അതിലാക്കി വെച്ചിരിക്കുക. ആ ദൈവത്തിന് നന്ദി പറയുക. നമ്മുടെ സ്വർഗീയ പൊസിഷനുകളെ മനസ്സിലാക്കി റിജോയ്സ് ഇൻ ദാറ്റ് ഹോപ്പ്. ആ സ്വർഗീയ പ്രത്യാശയിൽ സന്തോഷിക്കുക. ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ച് നടക്കാതെ അതിൽ സന്തോഷിക്കുക. ഇതൊക്കെ നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കും. ഇപ്പം നമുക്ക് എന്താ ഒരു പ്രശ്നം ഇനി ഇതിന്റെ മേലെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്? ഇവിടെ എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായി മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ.
ഇവിടെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. നമ്മുടെ സ്വർഗീയ പ്രത്യാശയിലേക്കാണ് നമ്മൾ പോകുന്നത്. എനിക്കിതൊക്കെ ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാല് നിലത്തുറയ്ക്കാത്ത വണ്ണം സന്തോഷമാണ്. അടുത്ത നിമിഷം മരിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം നമ്മുടെ നിത്യതയിലേക്ക് ഫുൾ ഫ്ലഡ്ജായിട്ട് നമ്മുടെ നിത്യതയിലേക്ക് നമ്മൾ കടക്കുക. ആ ദിവസം മരണ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സന്തോഷിക്കേണ്ട ദിവസമാണ്. ഞാൻ നിങ്ങളോട് ഓപ്പണായിട്ട് പറയാം, എൻ്റെ ഒരു പേഴ്സണൽ വിഷയമാണെങ്കിലും ഓപ്പണായിട്ട് പറയുക. ഞാൻ മരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് അതിനുള്ള സാവകാശം കിട്ടുമെങ്കിൽ ഞാൻ മരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഡെഡ് ബോഡി കിടത്തിയിരിക്കുമ്പോൾ അവിടെ അന്നത്തെ എന്താ പറയുന്നത് അടക്ക ശുശ്രൂഷയ്ക്ക് പ്രസംഗിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. അവിടെ ഞാൻ തന്നെ വരുന്നവരോട് എന്താ പറയുന്നത് ശവസംസ്കാര ശുശ്രൂഷയിൽ പ്രസംഗിക്കണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുക. ആ ഒരു പ്രസംഗം ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്ത് എൻ്റെ വൈഫിൻ്റെലോ എൻ്റെ മോളുടെലോ കൊടുത്തേക്കും. ഇത് വേണം അവിടെ പ്ലേ ചെയ്യാൻ. അവിടെ ചുമ്മാതെ വന്നിട്ട് തോമസ് ബ്രദർ സ്നാനത്തിനെതിരെ പ്രസംഗിച്ചിരുന്ന ആളാണെന്നും അല്ലെന്നുണ്ടെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്ന് സന്തോഷത്തിന്റെ ദിവസമാണ്, ഇവിടുന്ന് പറന്നുയരുന്ന ദിവസമാണ്. അന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സംസ്കാര ശുശ്രൂഷ ഉണ്ടാവണം. അതിൽ ഞാൻ തന്നെ ആയിരിക്കും പ്രസംഗിക്കുന്നതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം എനിക്ക് ഭാഗ്യം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. നമുക്ക് നമ്മുടെ നിത്യതയിലേക്ക് കടന്നിരിക്കുക. ഈ ശരീരത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഈ മണ്ണാങ്കട്ടയ്ക്കകത്തിൽ ഇരിക്കുന്ന കാരണം നമുക്കത് ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ നമ്മൾ ഇതിൽ നിന്ന് മാറും. അടുത്ത നിമിഷം നാം കർത്താവിനോട് കൂടെ ആയിരിക്കും. ആ ഒരു ഭാഗ്യ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇത് നമ്മൾ നിത്യതയോട് അടുപ്പിക്കുകയും നിത്യതയിൽ സന്തോഷിക്കുകയും ദൈവിക പ്രത്യാശയിൽ സന്തോഷിക്കാനായിട്ട് ദൈവം നമുക്ക് തരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സുവിശേഷ വേല ചെയ്യുക, അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ആയിട്ട്, കർത്താവിന്റെ അംബാസഡേഴ്സ് ആയിട്ട് ഈ സുവിശേഷ വേല ചെയ്യുക. നിങ്ങൾക്ക് ഇനി എത്ര നാൾ ഇത് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 2-3 മെസ്സേജെങ്കിലും കാണുന്നുണ്ട് മതപരിവർത്തനത്തിന് വേണ്ടി ജനങ്ങളെ പിടിക്കുകയും പിന്നെ അവരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എത്ര നാൾ ഇത് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയത്തില്ല. യൂട്യൂബ് എത്ര നാൾ ഉണ്ടാകുമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അധികം താമസമില്ലാതെ യൂട്യൂബിന്റെ മേലെ വിലക്കുണ്ടാവും, അതിൻ്റെ മേലെ നിരോധനം ഉണ്ടാകും. കാര്യം സുവിശേഷ കാര്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ആത്മീക കാര്യങ്ങൾക്ക് വേണ്ടിയോ യൂട്യൂബ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന നിലയിൽ കാര്യങ്ങൾ മാറും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അധികം താമസം ഉണ്ടാകത്തില്ല അതിന്. ഒരിടത്ത് പോയി സുവിശേഷം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോൾ നമ്മൾ സുവിശേഷം പറയുന്നു, ആയിരക്കണക്കിന് ആൾക്കാർ ഇതിലേക്ക് വരുന്നു. എന്നാൽ ഭയങ്കര റിസ്കിയാ, ഓരോ ദിവസവും ഭയങ്കര റിസ്ക് കൂടിക്കൊണ്ടിരിക്കുക. എത്ര നാള് ഈ സുവിശേഷം പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന അവസരം തക്കത്തിൽ ഉപയോഗിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുക. കർത്താവിന്റെ ഈ മഹത്വമേറിയ സുവിശേഷം അനേകരോട് എത്തിക്കുവാനായിട്ട്. ഹല്ലേലൂയ. അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ആയിട്ട് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുക. നമുക്കിത് പറയാനായിട്ട് ക്ലിയർ ആയിട്ട് മലയാളം ബൈബിൾ നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുക. കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു, അതിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുന്നു എന്ന് പറയാൻ ഒരു PhD എടുക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. അങ്ങനെ ധൈര്യത്തോടെ നിങ്ങളാവോളം സുവിശേഷ വേല ചെയ്യുക, ആത്മാവിനെ അനുസരിച്ച് നടക്കുക. എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ ഇഷ്ടം ചെയ്യത്തില്ല. ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഞാനൊരു ജനറൽ ടിപ്പായിട്ട് പറഞ്ഞു തരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പലരും ചോദിക്കുന്നുണ്ട്, എങ്ങനെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാനായിട്ട് കഴിയും? ഇതാണ് അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാനുള്ള രീതി. ഇതിൽ വേറെ ഒരു റോക്കറ്റ് സയൻസും ഇല്ല. ദിസ് ഈസ് വാട്ട് യു നീഡ് ടു ഡു. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇവിടെ പാപം നമ്മൾ പറഞ്ഞു വന്നിരുന്നത്, പാപം ദുർദിവസത്തിൽ നമ്മളെ പിടിക്കേണ്ടതിന് 4 വിരൽ ദൂരത്തിൽ നിൽക്കുക. നമ്മളെ അങ്ങ് വിട്ടേച്ച് പാപം അങ്ങ് ഞാൻ തോറ്റു, തുന്നം പാടി, താങ്കള് സ്വർഗത്തിലേക്ക് പോയി, നിങ്ങൾ നിത്യതയിൽ കടന്നിരിക്കുന്നല്ലോ, ഇനി ഞാൻ നിങ്ങളെ വിടുന്നു എന്ന് പറഞ്ഞ് വിട്ടിട്ട് പോകുന്ന ഒരാളല്ല. രക്ഷിക്കപ്പെട്ട ഒരാൾ അവന്റെ അകത്തെ മനുഷ്യനെ ബലപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ഈ പാപ പ്രകൃതം നമ്മളെ അതിന് അടിമയാക്കി കളയും. രക്ഷിക്കപ്പെടുമ്പോൾ പുറത്തെ മനുഷ്യന് ഒരു ചേഞ്ച് നടക്കുന്നില്ല. ഈ പുറത്തെ മനുഷ്യനായിട്ട് തന്നെ നിൽക്കുക. എന്നാൽ അകത്തെ മനുഷ്യനിലാണ് പരിപൂർണമായ ഒരു പരിവർത്തനം നടക്കുന്നത്. അകത്തെ മനുഷ്യൻ പൂർണ്ണമായിട്ട് മാറിയിരിക്കുക. ആത്മാവിനാൽ, കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുക. എൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ എനിക്കുള്ളവനല്ല എന്ന റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ പഠിക്കുന്നത്. ഇവിടെ നമുക്ക് കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യത്യാസവും കാണത്തില്ല, പഴയ ആള് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സംശയം ഉണ്ടാകാം, ശരിക്കും ഞാൻ രക്ഷിക്കപ്പെട്ടോ, എൻ്റെ അകത്ത് എന്തെങ്കിലും ആക്ച്വലി കാര്യമായിട്ട് നടന്നോ എന്ന് നമുക്കൊരു ഉറപ്പില്ല. നമുക്ക് ആ ഒരു ധൈര്യം നമുക്കില്ല. ഇതിന് വേറെ എന്തെങ്കിലും ഇനി ചെയ്യാനുണ്ടോ
എന്ന് നമുക്കൊരു സംശയം ഇങ്ങനെ കിടക്കും. ഈ സംശയം ആക്ച്വലി ഗലാത്യ സഭയ്ക്കും പറ്റിയത്. ഗലാത്യ സഭയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എൽദോ ബ്രദറെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അടിമാലി സഭയ്ക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു, അനുഗ്രഹീതമായ ക്ലാസ്സുകൾ. നമുക്ക് ഗലാത്യ സഭയെക്കുറിച്ച് പല നിലകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അവർക്ക് പറ്റിയ തെറ്റും ഇതാ. അവർ വിചാരിച്ചു നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടു. പക്ഷെ ഈ പാപവും സാത്താനും ഒക്കെ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു ഫീലിങ്ങും ആ ഒരു കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും ഉണ്ടല്ലോ, ഇതിനെ എങ്ങനൊന്ന് ഫിക്സ് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് അവർ ന്യായപ്രമാണം എന്നൊരു വിഷയം കേട്ടപ്പോഴത്തേന് അത് കയറി അങ്ങ് എടുക്കുവാനായിട്ട്, അതിൽ ചേരുവാനായിട്ട്, അത് സ്വീകരിക്കുവാനായിട്ട് ഇടയായത്. ഈ പ്രശ്നം ഇന്ന് ഈ ലോകത്തിൽ നിറയെ അതുപോലെ തന്നെ നിൽക്കുക. അവരോട് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത്, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങളെ യേശു ക്രിസ്തുവിനെ സ്കെച്ച് ചെയ്ത് കാണിച്ചിരിക്കുക, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കുക. നിങ്ങൾ ഈ ക്ഷുദ്രത്തിലോട്ട് തള്ളിവിട്ടത് ആരാണ്? നിങ്ങൾ ഈ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരാന്ന് ചോദിക്കുക. എന്നിട്ട് അതിന് അടുത്തുള്ള വാക്യങ്ങളൊക്കെ ചോദിക്കുക, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി ചെയ്തതുകൊണ്ടാണോ അതോ വിശ്വാസത്തിന്റെ വചനം കേട്ടിട്ടാണോ? നിങ്ങളുടെ ഉള്ളിലേക്ക് ആ ആത്മാവ് വന്നത് ഏത് രീതിയിൽ കൂടാ? നിങ്ങൾ ന്യായപ്രമാണം ഫോളോ ചെയ്തിട്ടാണോ? നിങ്ങൾ ഇപ്പോൾ ന്യായപ്രമാണം ഫോളോ ചെയ്യണമെന്ന് പറയുന്നു. പാപത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, അതിനെ ഒന്ന് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില നിയമങ്ങൾ വേണം, അതുകൊണ്ട് ഞങ്ങൾ ന്യായപ്രമാണം ഫോളോ ചെയ്യുവാൻ നിങ്ങളിപ്പോൾ പറയുന്നു. അതുകൊണ്ട് പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചത് ന്യായപ്രമാണം ഫോളോ ചെയ്തിട്ടാണോ അതോ വിശ്വാസത്തിലൂടെ ആ വിശ്വാസ വചനത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരോ? നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് അവസാനിപ്പിക്കുന്നു. അവർക്കിത് മനസ്സിലായില്ല, ഒരു ജെനുവിൻ പ്രോബ്ലമാണ്. അവരോർത്ത് കൃപയാൽ രക്ഷിക്കപ്പെട്ടു, താങ്ക് ഗോഡ്, എന്തായാലും രക്ഷിക്കപ്പെട്ടല്ലോ. പക്ഷെ ടു ബി റൈറ്റിയസ് വി മസ്റ്റ് ഫോളോ ദ ലോ. ഇതാണ് ജനറലി അവർ വിശ്വസിച്ചത്. ഈ പ്രോബ്ലം തന്നെയാണ് ഇന്ന് ലോകത്തെ കീഴടക്കിയിരിക്കുന്നത്. നീതിമാനായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ന്യായപ്രമാണം പാലിക്കണം, ആ ഒരു സ്കെയില് നമ്മൾ ഫോളോ ചെയ്യണം. ഈ സെയിം മിസ്റ്റേക്ക് ആണ് ഇന്ന് ക്രിസ്ത്യാനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ജനം വിശ്വസിക്കുന്നത് നീതിയായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിയമം വേണം, ഒരു ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു നിയമം ഇവിടെ ഉണ്ടെങ്കിലേ നമുക്ക് നീതിമാനായിട്ട് ജീവിക്കാൻ കഴിയത്തുള്ളൂ. ക്രിസ്തീയ നേതാക്കന്മാർ മനസ്സിലാക്കാതെ പോയ ഏറ്റവും വലിയ തെറ്റായത് ഇതൊക്കെയാണ്. ക്രിസ്തീയ മാർഗവും യഹൂദിയ മാർഗവും തമ്മിലുള്ള വ്യത്യാസം. ഇന്ന് ക്രിസ്തന്റെ നേതാക്കന്മാർക്ക് മനസ്സിലാകാതെ പോയ ഏറ്റവും വലിയ തെറ്റാണ്. ആ തെറ്റിന്റെ പരിണിത ഫലമാണ് ഇന്നത്തെ ക്രിസ്തന്റം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഈ കാണുന്ന ക്രിസ്തീയ സമൂഹം എന്ന് പറയുന്നത് ഈ തെറ്റ് ചെയ്ത് കൂട്ടിയ ജനമാണ്. ഹൗ ക്യാൻ വി വാക്ക് അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ്? 8-ാമത്തെ അധ്യായത്തിലോട്ട് കയറുമ്പോൾ നമ്മൾ പഠിക്കും എങ്ങനെ നമുക്ക് ആത്മാവിനെ അനുസരിച്ച് നടക്കാം. നമ്മൾ ആക്ച്വലി ലോയും പ്രകാരമായ ഈ ഈ ചട്ടപ്രകാരവും രക്ഷിക്കപ്പെട്ടവരല്ല. നമ്മെ രക്ഷിക്കപ്പെടാനായിട്ട് നമുക്ക് കൃപ ആവശ്യമായിരുന്നു. കർത്താവിന്റെ ക്രൂസിലൂടെ നിവർത്തിച്ച ആ രക്ഷണീയ പ്രവൃത്തി ആവശ്യമായിരുന്നുവെങ്കിൽ നിങ്ങളെ നടത്തുവാനും അത് പര്യാപ്തമാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, സെയിന്റ് തോമസ് ആണ് കേരളത്തിൽ വന്നതെന്ന് പറയപ്പെടുന്നു. എന്നാൽ അത് അപ്പോസ്തലനായ പൗലോസ് ആയിരുന്നുവെങ്കിൽ ഇപ്പോഴും അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവസരം ലഭിച്ചിരുന്നു തിരിച്ചൊന്നുകൂടെ കേരളത്തിൽ വരാനായിട്ട്. 2000 ആണ്ട് തുടങ്ങിയപ്പോഴാണല്ലോ, 52 തോമസ് അപ്പോസ്തലൻ വന്നു എന്ന് പറയുന്നത്. അദ്ദേഹം വന്നോ പോയോ നമുക്ക് അറിയത്തില്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലനായിരുന്നു വന്നതെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചൊരിക്കൽ കൂടി വന്ന് എല്ലാവരും ഒന്ന് കാണാൻ ഒരു അവസരം ലഭിച്ചിരുന്നെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ കേരളത്തിലെ റോഡിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ, കോട്ടയത്തോട് നടക്കുമ്പോൾ, അല്ലെങ്കിൽ എറണാകുളത്തോട്, തൃശ്ശൂരോട്, അല്ലെങ്കിൽ തിരുവനന്തപുരത്തോടൊക്കെ നടക്കുമ്പോൾ ഈ റോഡിന്റെ 2 സൈഡിലും പള്ളികളും കുരിശുതൊട്ടികളും അതുവഴി പോകുന്ന റാസകളും പെരുന്നാളും മറ്റു പെന്തിക്കോസുകാരുടെ അനുഭവങ്ങളും ക്രൂസേഡുകളും അന്യഭാഷയും പ്രവാചകന്മാരെയും ശാപം മുറിക്കൽക്കാരെയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നെഞ്ച് തടിച്ചേനെ. ഹേ ബുദ്ധിയില്ലാത്ത കേരളീയ ക്രിസ്ത്യാനികളെ എന്ന് പറഞ്ഞ് തലയിൽ പൂഴി വാരിയിട്ടേനെ. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ഞാൻ യെരുശലേമിൽ നിന്ന് ഇവിടെ വന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ട് ഈ ക്ഷുദ്രം ചെയ്ത് മയക്കത് ആരെന്ന് ചോദിച്ചേനെ. ഇന്ന് ആ ക്ഷുദ്രത്തിൽ നമ്മൾ മുങ്ങി മയങ്ങി 99.9% ക്രിസ്ത്യാനിയും ഈ തെറ്റിലാകപ്പെട്ടിരിക്കുക. അത് ക്രിസ്തീയ നേതാക്കന്മാർക്ക് ഈ സത്യം മനസ്സിലാകാതെ പോയതിലെ വമ്പൻ തെറ്റ. ഹല്ലേലൂയ. നിങ്ങളെ രക്ഷിക്കാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല. ആ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല എന്നുള്ളത് അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുക, കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ചിരിക്കുക. ഇവിടെ 3-ാം അധ്യായം, റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്രൊജക്ട് ചെയ്തോട്ടെ. 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം,
ഇവിടെ ഒരു ലോയ്ക്ക് നിങ്ങളെ രക്ഷിക്കാൻ പറ്റത്തില്ല. 3-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം അവിടെ പറയുന്നത് കണ്ടില്ലയോ? അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. അത്ര ഉറപ്പുള്ള കാര്യമായി പറയുന്നത്. നിങ്ങൾ ഇന്ന് ന്യായപ്രമാണം ഫോളോ ചെയ്തിരുന്നു കഴിഞ്ഞാൽ, അതിൽ പറഞ്ഞിരിക്കുന്ന ലോയും ചട്ടങ്ങളും കൽപ്പനയും പ്രമാണവുമായിട്ട് നിന്നു കഴിഞ്ഞാൽ, 10 കൽപ്പനയും 16 പൗരോഹിത്യവുമായിട്ട് നിന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ദാരുണമായിട്ട് കൈവിടപ്പെട്ടു പോകും. നിങ്ങൾ കൈവിടപ്പെട്ടു പോകും തന്നെയല്ല, കോടിക്കണക്കിന് ജനങ്ങളെ നിങ്ങളോട് ഒന്നിച്ച് നിങ്ങൾ നിത്യ നരകാഗ്നിയിലേക്ക് കൊണ്ടുപോകും. It is an amazing grace of God that make you walk according to the Spirit. ഇന്ന് കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആ കൃപയാൽ നിങ്ങളെ വീണ്ടെടുക്കുവാൻ കഴിയുമെങ്കിൽ ആ കൃപയാൽ നിങ്ങളെ നടത്തുവാനും ആ കൃപ പര്യാപ്തമാണ്. വേറെ ഒരു ലോയിൽ നിങ്ങൾ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ക്രിസ്ത്യാനി തെറ്റിപ്പോയിരിക്കുന്നത് ഈ ലോയിൽ ആശ്രയിച്ചതുകൊണ്ട്. ഒരു ക്രിസ്ത്യാനിയുടെ എലിമെന്ററി എഡ്യൂക്കേഷൻ ആയിരിക്കണമായിരുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു ക്രിസ്ത്യാനിയുടെ എലിമെന്ററി ലെവൽ എഡ്യൂക്കേഷൻ ആയിരിക്കണമായിരുന്നു ഞാൻ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്നുള്ള വിഷയം. 2, അതോടെ ഞാൻ അവന്റെ മരണ അടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിച്ചിരിക്കുന്നു. 1, ഞാൻ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നു. ഇത് വെള്ളത്തിൽ മുങ്ങുന്ന കാര്യമല്ല. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ, പരിശുദ്ധ ആത്മാവിനാൽ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ ഞാൻ സ്നാനമേറ്റിരിക്കുന്നു. ആത്മസ്നാനമാണ്. ഇത് നമ്മുടെ എലിമെന്ററി എഡ്യൂക്കേഷന്റെ ഒന്നാമത്തെ ബുള്ളറ്റ് പോയിന്റ് ആയിരിക്കണമായിരുന്നു. ഞാൻ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നു. 2, അങ്ങനെ ഞാൻ അവന്റെ മരണ അടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിച്ചിരിക്കുന്നു. 3, അവന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു. 4, ഞാൻ ക്രിസ്തുവിൽ പരിപൂർണനായിരിക്കുന്നു. 5, ഞാൻ എൻ്റെ ജഡത്തിൽ ആശ്രയിക്കത്തില്ല, അതിൽ ഞാൻ പ്രശംസിക്കത്തില്ല, കാരണം അതിന് വീണ്ടെടുപ്പ് സംഭവിച്ചിട്ടില്ല. അത് എന്നെ ഈ ലോകത്തിലെ പ്രവൃത്തികൾക്ക് അടിമയാക്കി കളയും. 6, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ ജഡത്തിന്റെ ഇഷ്ടം ചെയ്യത്തില്ല. 7, ഞാൻ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനനായിരിക്കുന്നത്. ഈ ബുള്ളറ്റ് പോയിന്റുകളൊക്കെ ക്രിസ്ത്യാനിറ്റിയുടെ എലിമെന്ററി ലെവൽ എഡ്യൂക്കേഷൻ ആയിരിക്കണമായിരുന്നു. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഈ പള്ളിയും പട്ടക്കാരനെയും കുരിശും ഈ പെന്തക്കോസ്ത് പ്രസ്ഥാനം മാതിരിയുള്ള വിശ്വാസികൾ കാണിക്കുന്ന അഭ്യാസങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഉണ്ടാകത്തില്ലായിരുന്നു. അവർ സത്യം മനസ്സിലാക്കിയനെ. അവർ ക്രൂശിൽ കൂടെ നടന്ന, കാൽവറിയിലൂടെ നിവർത്തിയാക്കപ്പെട്ട രക്ഷണ്യ പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നേനെ. ഇന്ന് നമ്മുടെ സൺഡേ സ്കൂൾ ലെവൽ ടീച്ചിങ് ആയിരിക്കണമായിരുന്നു. പക്ഷെ നേരെ മറിച്ച് നമ്മെ ഇവരെല്ലാം പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് എങ്ങനെ നമ്മുടെ ജഡത്തിൽ പ്രശംസിക്കാൻ പറ്റും, എങ്ങനെ നമ്മുടെ ജഡത്തിൽ നമുക്ക് മുന്നേ വരാൻ പറ്റും, എങ്ങനെ ജഡത്തിൽ നീതി കൊണ്ടുവരാൻ പറ്റും. സഭകൾ പഠിപ്പിക്കുന്നത് എങ്ങനെ പ്രമാണം അനുസരിച്ച് നീതിമാനാകാൻ പറ്റുമെന്ന്. ഈ പഠിപ്പിക്കൽ ഗ്രേസ് ഗോസ്പലിന് കൗണ്ടറാണ്, അതിന് എതിരാണ്. കർത്താവ് കൃപയാൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുക. കർത്താവിന്റെ ക്രൂശിന് അർത്ഥമില്ലാതെ പോവുക നിങ്ങൾ ഈ പഠിപ്പിക്കൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ. അതായത് എങ്ങനെ പ്രമാണം അനുസരിച്ച് നമുക്ക് നീതിമാന്മാരാകാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മുടെ ജഡത്തിൽ നമുക്ക് പ്രശംസിക്കാൻ പറ്റും, നമ്മൾ എങ്ങനെ മിടുക്കനാകാൻ പറ്റും, എങ്ങനെ നമ്മളൊരു നീതിമാനായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. താങ്കളെ കൊണ്ട് കഴിയത്തില്ല. കർത്താവിന്റെ കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അടുത്ത തലം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ നിങ്ങളുടെ പുറത്തെ മനുഷ്യനെ നമുക്ക് പല നല്ല രീതിയിലും പ്രസന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഷേവ് ചെയ്ത്, നമുക്ക് മുടിയൊക്കെ വെട്ടി, നല്ല കോട്ടൊക്കെ ഇട്ട്, ഫുൾ കൈയൊക്കെ ഇട്ട്, നമുക്ക് നല്ല ഭംഗിയായിട്ട്, നമുക്ക് വൃത്തിയായിട്ട് പ്രസന്റ് ചെയ്യാൻ കഴിയും. പക്ഷെ അവൻ അധികം നാൾ അങ്ങനെ നിൽക്കത്തില്ല. കാരണം അവന് വീണ്ടെടുപ്പ് നടന്നിട്ടില്ല എന്നൊരു സത്യം നിങ്ങൾ മറന്നു പോകരുത്. ഈ പുറത്തെ മനുഷ്യന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. അവൻ പാപത്തിന്റെ അധീനതയിലായിരിക്കുന്നത്. പന്നിയെ ചെളിയിൽ വിടാതെ കഴുത്തേലും കാലിലും കയ്യിലും എല്ലാം 5-6 ചെയിൻ കെട്ടിയിട്ട് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചോണ്ട് ചെളിയുടെ സൈഡിൽ കൂടെ നടത്തിക്കൊണ്ട് പോകുന്ന മാതിരിയാണ് നമ്മളെ ലോ അനുസരിച്ച് നമ്മൾ നീതിമാനായിട്ട് ജീവിച്ചു പോകുന്നത്. കാര്യം നമ്മുടെ ഈ ശരീരം കൊണ്ട് അത് പറ്റത്തില്ല. നമ്മൾ അതിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെ ഒരുക്കി സുന്ദരനായിട്ടൊക്കെ നിർത്താൻ പറ്റും കുറച്ച് സമയത്തേക്ക്. ബട്ട് അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവൻ ചാടിപ്പോകും. നിങ്ങളുടെ പുറത്തെ മനുഷ്യനിൽ നിങ്ങൾക്ക് പ്രശംസിക്കാൻ കഴിയത്തില്ല. ഈ പ്രോബ്ലം ഇന്നും ഇന്നലെയും തീരുന്നതല്ല, ഇന്നും നാളെയും തീരത്തില്ല. നിങ്ങൾ തലകുത്തി നിന്നാലും ഇത് തീരത്തില്ല. ഇത് റാപ്ചർ നാളിലെ ഈ പ്രോബ്ലം തീരത്തുള്ളൂ. കാര്യം അന്ന് നിങ്ങൾക്ക് പുതിയൊരു ശരീരം ലഭിക്കും. ഈ ദ്രവത്വമായതിനെ അദ്രവത്വമായത് അതിനെ ജയിക്കും. ഈ മർത്യമായതിനെ അമർത്യമായത് ധരിക്കും.
അന്ന് നമുക്ക് പുതിയൊരു ശരീരം, ഒരു തേജസ്സിന്റെ ശരീരം ലഭിക്കും. അന്ന് വരെ ഈ ശരീരത്തിന് ഒരു രൂപാന്തരം സംഭവിച്ചിട്ടില്ല. നമ്മൾ 8-ാം അധ്യായത്തിലേക്ക് കയറുമ്പോൾ അത് നമ്മൾ പഠിക്കും. അതുകൊണ്ട് ഈ ശരീരത്തെ പോളിഷ് ചെയ്ത് നമ്മൾ നീതിമാനാകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടക്കത്തില്ല. എന്ന് പറഞ്ഞ് നമുക്ക് ഈ ശരീരത്തിൽ എങ്ങനെയും ആകാം എന്നല്ല ഞാൻ പറഞ്ഞു വരുവാനെ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് ഇതിലൂടെ ഒരു നീതി കൊണ്ടുവരുവാൻ കഴിയത്തില്ല. നമ്മൾ ഈ 7-ാം അധ്യായത്തിൽ വായിച്ച കാര്യങ്ങൾ ഇതാ. അതിന്റെ ഒരു രത്ന ചുരുക്കം, അതിന്റെ ഒരു എസൻസ് പിഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് തരിക ഒരു ടാബ്ലറ്റ് ആയിട്ട്. ഇവിടെ ചില ബേസിക് കാര്യങ്ങളോട് ഓർപ്പിക്കാം. ഒന്ന്, നമ്മുടെ അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും, ഇത് 2 ക്യാരക്ടേഴ്സാ, 2 പേരാണ്, 2 ആൾക്കാരാ. പുറത്തെ മനുഷ്യന് അകത്തെ മനുഷ്യന് എതിരാ. രക്ഷിക്കപ്പെട്ട ഒരാളിൽ, ലെറ്റ്സ് ഇപ്പൊ എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട ഒരാളെന്ന് എനിക്ക് ധൈര്യമായിട്ട് എന്നെ കുറിച്ച് പറയാമല്ലോ. രക്ഷിക്കപ്പെട്ട ഒരാളാകുമ്പോൾ എൻ്റെ ഈ പുറത്തെ മനുഷ്യനും അകത്തെ മനുഷ്യനും എപ്പോഴും എതിരാ. ഇവര് 2 ഡയറക്ഷനിലാണ് നിൽക്കുന്നത്. 2 കാര്യങ്ങളാണ്. ഒരാൾ പുറത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ലോക മനുഷ്യനാണ്, ഈ ലോകത്തിലെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന. എന്നാൽ അകത്തെ മനുഷ്യൻ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ എന്റെ തീക്ഷ്ണത. അതുപോലെ അകത്തെ മനുഷ്യൻ, ഇവര് തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് പോകത്തില്ല. നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം, എന്നാലേ ഈ പുറത്തെ മനുഷ്യനെ ജയിക്കാൻ കഴിയത്തുള്ളൂ. പലപ്പോഴും നമ്മൾ തോറ്റു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ അകത്തെ മനുഷ്യനെ കൂടുതൽ ബലപ്പെടുത്തണം. അതിനാ ഞാൻ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത്, എങ്ങനെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്താം, എന്നാലേ ഈ പുറത്തെ മനുഷ്യനെ അത് ജയിക്കാൻ പറ്റത്തുള്ളൂ. ഒരു വാക്യം ഒന്ന് കാണിച്ചോട്ടെ ഇതിനിടയിൽ. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. അവിടെ പറയുകയാണ്, അവൻ തന്റെ മഹത്വത്തിന്റെ ദാനത്തിനൊത്തവണ്ണം, ശ്രദ്ധിച്ച്, അവൻ തന്റെ മഹത്വത്തിന്റെ ദാനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. മനസ്സിലായോ? ഇത് പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ വരുന്നൊരു ഭാഗം പറയുകയാണ്, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോട് ബലപ്പെടണം. ഇത് രക്ഷിക്കപ്പെട്ട നാളിലെ അകത്തെ മനുഷ്യനങ്ങ് ബലം പ്രാപിച്ചിരിക്കുകയല്ല, സൂപ്പർമാനായിട്ട് അങ്ങ് തീരുകയല്ല. നമ്മൾ രക്ഷിക്കപ്പെട്ട ഉടനെ ആ വിശ്വാസത്തിൽ വരികയും ആഴമായ വിശ്വാസത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളങ്ങ് സൂപ്പർമാനായിട്ട് മാറുകയല്ല. പക്ഷെ നമ്മൾ അതിനെ, അകത്തെ മനുഷ്യനെ ശക്തിയോട്, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോട് നിങ്ങൾ അനുദിനം ബലപ്പെടണം. യു നീഡ് ടു ഫീഡ് ഹിം. ഓരോ ദിവസവും അതിന് വേണ്ടുന്ന ആത്മീക ആഹാരം കൊടുക്കണം. ബ്രിങ് ഹിം അപ്പ്. അതിനെ വേണ്ടുന്നത് കൊടുത്ത് നിങ്ങൾ അതിനെ വളർത്തണം. നമ്മുടെ ഈ ശരീരത്തിന് നമ്മൾ 3 നേരം ആഹാരം കൊടുക്കാറുണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ കൊടുക്കാറുണ്ടല്ലോ. അതിനെ ബലത്തോടിരിക്കാൻ നമ്മൾ ആഹാരം കൊടുക്കുന്നത് പോലെ തന്നെ ഈ പുറത്തെ മനുഷ്യനെ നമ്മൾ എങ്ങനെ ബലപ്പെടുത്തുന്നു അതുപോലെ തന്നെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തണം. ഒരു വാക്യം കൂടെ കാണിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 9, 10, 11 വാക്യങ്ങളൊന്ന് കാണിക്കാം. അവിടെ പറയാണ്, അത് കണ്ടില്ലയോ, അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്തത, 9-ാം വാക്യം. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. കൊലോസ്യയിലെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുക. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഓരോ ദിവസവുമാണ്. വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും. ഇത് ഒറ്റ ദിവസം കൊണ്ട് നമ്മളങ്ങ് വളർന്നു നിൽക്കുകയല്ല, ഇത് ഡെയിലി നമ്മൾ വളർന്നു വരണം. ഇതിൽ വളരണമെന്നും അടുത്ത വാക്യം കണ്ടില്ലയോ? അടുത്ത വാക്യത്തിൽ പറയുകയാണ്, സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. ഇവിടെ നമ്മൾ പൂർണ്ണ ശക്തിയോടെ നമ്മൾ ബലപ്പെടുകയും വിശുദ്ധന്മാർക്കുള്ള വെളിച്ചത്തിന്റെ അവകാശമായി നമ്മളെ പ്രാപ്തരാക്കുകയും, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്യങ്ങളിലൊക്കെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം അകത്തെ മനുഷ്യൻ. പുറത്തെ മനുഷ്യനെ ജയിക്കുന്ന രീതിയിൽ ഈ അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും ഒരു വലിയ തത്വമാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ഈ അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും, 2 മനുഷ്യനുണ്ടെന്ന് പറഞ്ഞല്ലോ, നമ്മുടെ പുറത്തെ മനുഷ്യനും അകത്തെ മനുഷ്യനും. ഈ മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസം, ഇവരെ സെപ്പറേറ്റ് ചെയ്യുന്നതിനെ ബൈബിൾ വിളിക്കുന്നത് സാങ്ക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വിശുദ്ധീകരണം എന്നാണ്. ഇതിനെയാണ് ആക്ച്വലി വിശുദ്ധീകരണം എന്ന് പറയുന്നത്. നമ്മുടെ പുറത്തെ മനുഷ്യനെയും നമ്മുടെ അകത്തെ മനുഷ്യനെയും തമ്മിൽ വേർതിരിക്കുക. ഇതിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. സെപ്പറേറ്റഡ് അണ്ടു ഗോഡ്സ് പർപ്പസ്. ദൈവത്തിന്റെ വേലയ്ക്കായി നമ്മളെ വേർതിരിക്കുക. ഇതിന് വേറൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന എന്ന് പറയുന്നത് ഇതിനെയാണ്. നമ്മുടെ അകത്തെ മനുഷ്യനെയും പുറത്തെ മനുഷ്യനെയും തമ്മിലുള്ള വേർതിരിവ്, ഇതിനെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന എന്ന് പറയുന്നത്.
ഹല്ലേലൂയ. നമുക്ക് പുറത്തെ മനുഷ്യനെ തേച്ച് വെളുപ്പിച്ച് വെള്ളയൊക്കെ ഇട്ടുകൊണ്ട് നമുക്കിങ്ങനെ നടക്കാം. അതൊരു വിശുദ്ധീകരണമല്ല. വിശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ട അകത്തെ മനുഷ്യനും നമ്മുടെ പുറത്തെ മനുഷ്യനും തമ്മിലുള്ള ഒരു വേർതിരിവ്, ആ ഒരു വേർപാടാണ്. ഇന്ന് ക്രിസ്തീയ സഭകൾ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ പുറത്തെ മനുഷ്യനെ വിശുദ്ധനാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അതൊരു പാഴ് ശ്രമമാണ്. നമ്മുടെ ഈ പുറത്ത് കാണുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, നിങ്ങളെ ഈ വെളിയിൽ കാണുന്ന നിങ്ങളുണ്ടല്ലോ, ആ നിങ്ങളെ വെള്ളപൂശാനാണ് നിങ്ങളുടെ ശ്രമം എന്നുണ്ടെങ്കിൽ അതൊരു പാഴ് ശ്രമമാണ്. റൂഫ് ചോരുമ്പോൾ ഭിത്തിക്ക് വൈറ്റ് വാഷ് അടിക്കുന്നത് പോലെയാണ് നിങ്ങൾ ഈ പുറത്തെ മനുഷ്യനെ ശുദ്ധനാക്കി വിശുദ്ധനാക്കി അതിൽ കൂടെ നിങ്ങൾ നീതിമാനാകാൻ ശ്രമിക്കുന്നുവെങ്കിൽ. പുറത്തെ മനുഷ്യൻ പാപ പങ്കിലമാണ്. അതിന് പ്രമാണം വെച്ച് തേച്ച് വെളുപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റും, പക്ഷെ അത് ടെമ്പററിയാണ്. അതിനെ ആത്മനിറവുള്ള അകത്തെ മനുഷ്യൻ ആക്ച്വലി കൺട്രോൾ ചെയ്യണം. എന്നാലേ അത് പെർമനന്റ് ആയിട്ട് ആ ഒരു വിശുദ്ധീകരണ ജീവിതത്തിൽ കൂടി നിങ്ങൾക്ക് മുന്നേറുവാനായിട്ട് കഴിയത്തുള്ളൂ. ആ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ഏൽക്കുക എന്ന് പറയുന്നത് ഈ ഒരു വേർപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനെയാണ്. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മളത് കൂടുതലായിട്ട് പഠിക്കും. അതുകൊണ്ട് ഞാൻ അവിടെ അധികം ഇപ്പൊ നിൽക്കുന്നില്ല. വരുന്ന ദിവസങ്ങൾ നമുക്ക് കാണാം. 7-ാം അധ്യായം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ 8-ാം അധ്യായം ശരിക്കും ഗ്രഹിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ 8-ൽ എങ്ങനെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാൻ പറ്റും എന്ന് നമുക്ക് പഠിക്കുവാനായിട്ടിടയായി തീരും. അകത്തെ മനുഷ്യൻ അനുദിനം ക്രിസ്തുവിൽ ബലപ്പെടണം. ഇല്ലാതെ നമ്മൾ പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. ഈ ഒരു വിഷയം നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാകണം. ഒരു വാക്യം കൂടെ ഒന്ന് കാണിച്ചോട്ടെ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള ചില വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് വായിച്ച് കേൾപ്പിക്കാം. എന്നെ ശ്രദ്ധിച്ചാട്ട്. ഇത് കണ്ടോ, എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ. അവിടെ പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവേൻ. ഇവിടെ ഒരു കംപ്ലീറ്റ് സർവായുധ വർഗം ധരിക്കുന്നതിനെ കുറിച്ച് പറയുക. ഈ സർവായുധ വർഗം ഒക്കെ ധരിക്കുന്നത് പുറത്തെ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആറ്റം ബോംബോ ആർട്ടില്ലറി ഒന്നും അല്ല. ഇത് മുഴുവനും അകത്തെ മനുഷ്യന്റെ ആയുധങ്ങളാണ്. അകത്തെ മനുഷ്യനെ ഒരുക്കുന്ന ദൈവിക ആയുധങ്ങളാണ്. അവിടെ പറയുന്നത് കണ്ടോ, അടുത്ത വാക്യം കണ്ടോ, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും. ഈ സത്യവും നീതിയും സമാധാനത്തിനായിട്ടുള്ള സുവിശേഷം ഇതിനുള്ള ഒരുക്കം നിങ്ങളുടെ കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്ക വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. ഇതെല്ലാം ആയുധങ്ങളാണ്, ആമിനേഷൻസാണ്. പക്ഷെ ഇതൊന്നും ആറ്റം ബോംബോ ആർട്ടില്ലറികളോ ഒന്നുമല്ല. പുറത്തെ മനുഷ്യനെ രക്ഷിക്കേണ്ടുന്ന സംഗതികളുമല്ല. ഇത് മുഴുവനും അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന ദൈവിക ആയുധങ്ങളാണ്. അരയ്ക്ക് സത്യം കെട്ടുക, നീതി എന്ന കവചം കയ്യിലുണ്ടായിരിക്കുക, അതായത് പരിചയ നീതി എന്ന കവചം, സമാധാന സുവിശേഷം അത് നിങ്ങളുടെ ചെരുപ്പായിരിക്കണം, വിശ്വാസം എന്ന പരിച, രക്ഷ ഹെൽമറ്റ് ശിരസ്ത്രം, വചനം എന്ന വാള്. മനസ്സിലായോ? ഇതെല്ലാം ആർക്കാ? അകത്തെ മനുഷ്യനെയാ. സർവായുധ വർഗം ധരിച്ചു നിൽക്കണം. കാര്യം അതിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ, ഏത് ദിവസം നിങ്ങളെ പിടിക്കാൻ നോക്കിയിരിക്കുക, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുകയും. നിങ്ങൾ ഇതിനെ ഉഴപ്പ് വിചാരിക്കാതെ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ പൂർണ്ണമായിട്ടൊരു മിലിറ്ററി നിൽക്കുന്ന മാതിരി നിൽക്കണമെന്ന് പറയുക. കാര്യം പുറത്തെ മനുഷ്യൻ അതിനെ തോപ്പിച്ചു കളയും. അല്ല എന്നുണ്ടെങ്കിൽ ഇന്നർ മാൻ ഡെയിലി ബലപ്പെടണം. ഒരിക്കൽ മാത്രം ബലപ്പെട്ടതുകൊണ്ട് എല്ലാം ആകുന്നില്ല. ബലപ്പെടണം, വീണ്ടും വീണ്ടും ബലപ്പെടണം എന്ന് പറയാ. തിമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം കൂടുന്ന് വായിച്ചോട്ടെ. വായിച്ചിട്ട് ഞാൻ അവിടെ ഒന്ന് 6-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ. 1 തിമോത്തി 6-ാം അധ്യായം അതിന്റെ 12-13 വാക്യം. അവിടെ പറയാ, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. കണ്ടോ, തുടങ്ങുന്നത് തന്നെ കണ്ടില്ലയോ? ഫൈറ്റ് ദ ഗുഡ് ഫൈറ്റ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. ആരോട് പൊരുതുന്ന കാര്യമായി പറയുന്നത്? നാട്ടിലിറങ്ങി ആരോടെങ്കിലും പൊരുതുന്ന കാര്യമാണോ? നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൽ നിങ്ങൾ ഉറയ്ക്കണം. അതിൽ നിന്ന് നിങ്ങളെ വീഴ്ത്തിക്കളയുന്ന കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത് മുഴുവനും. നിങ്ങളുടെ ജീവിതത്തിൽ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, വീട്ടിൽ നിന്നാകട്ടെ നാട്ടിൽ നിന്നാകട്ടെ ഇറങ്ങിത്തിരിക്കുന്ന ജോലി സ്ഥലങ്ങളിൽ നിന്നാകട്ടെ, ആ വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതണം. ഹല്ലേലൂയ. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അത് പിടിച്ചുകൊണ്ടില്ലെന്നുണ്ടെങ്കിൽ വീണു പോകുന്നില്ല, നിങ്ങളത് ഓർപ്പിക്കുക. അതിനായിട്ട് നീ വിളിക്കപ്പെട്ടു, അനേകം സാക്ഷികളുടെ മുമ്പായി നല്ല സ്വീകാരം കഴിച്ചുവല്ലോ.
നിന്നെ നിത്യജീവനത്തിനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന നല്ല സ്വീകാരം അനേക സാക്ഷികളുടെ മുമ്പാകെ നീ കഴിച്ചുവല്ലോ. നീ നിഷ്കളങ്കനും നിരപവാദിയനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം എന്ന് പറയാ. കർത്താവിന്റെ വരവ് വരെ ആ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ ഉത്സാഹമുള്ളവരായിരിക്കണം. അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തണം. ആ പുറത്തെ മനുഷ്യനിൽ പ്രശംസിക്കല്ല. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശത്രു പുറത്തല്ല, ശത്രു അകത്ത. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടി പറയാം. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ പുറത്തല്ല, നിങ്ങളുടെ അകത്ത. ദ എനിമി ഈസ് നോട്ട് ഔട്ട്സൈഡ് ബട്ട് വിത്തിൻ യു. യു ആർ യുവർ പ്രോബ്ലം. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ തന്നെയാണ്, വേറെ ഒരുത്തരുമല്ല. നിങ്ങളുടെ പ്രശ്നം നിങ്ങളാണ്. സിൻ ഈസ് സംതിങ് ഡ്വെൽസ് ഇൻ യു. പാപം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുക. ആദ്യം യുദ്ധം നടത്തേണ്ടത് തന്നോട് തന്നെയാണ്. ലോ ഈസ് നോട്ട് എ ടൂൾ ടു ഫിക്സ് യുവർ സിൻ പ്രോബ്ലം. ന്യായപ്രമാണം എന്ന് പറയുന്നത് നിങ്ങളുടെ പാപത്തെ പരിഹരിക്കാനുള്ള ഒരു ടൂൾ അല്ല. ആ ഒരു സംഗതി അല്ല ന്യായപ്രമാണം എന്ന് പറയുന്നത്. നിങ്ങളാണ് നിങ്ങളുടെ പ്രോബ്ലം. നിങ്ങളുടെ ഒന്നാമത്തെ പ്രോബ്ലം നിങ്ങളുടെ അകത്തെ മനുഷ്യൻ നിങ്ങളുടെ പുറത്തെ മനുഷ്യനുമായിട്ടുള്ള പ്രോബ്ലമാണ്. അതിനെ നിങ്ങൾ ആദ്യം ജയിക്കണം. ഈ റോമാലേഖനം 7 മുതൽ ഞാൻ ഒന്നുകൂടെ വായിക്കാം. നമ്മുടെ പ്രതിപാദ്യ വിഷയം അതാണ്. ഞാൻ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് നമ്മൾ വായിച്ച വിഷയങ്ങളുടെ ഒരു എസൻസ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ അതൊന്നുകൂടെ വായിക്കാം. നിങ്ങൾക്ക് ആ വിഷയത്തിൽ എന്തുമാത്രം ഗ്രിപ്പ് ലഭിക്കുന്നു എന്ന് നോക്കിയിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. പ്രാർത്ഥിച്ച് നമ്മൾ ഇത് അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ മുന്നിൽ 10 മിനിറ്റ് കൂടാണുള്ളത്. ഞാൻ ചില കാര്യങ്ങളോട് പറഞ്ഞ് തൽക്കാലം ഇന്ന് ഇത് അവസാനിപ്പിക്കുകയാണ്. 7-ാം അധ്യായം 14-ാം വാക്യം, ന്യായപ്രമാണം ആത്മീകം എന്ന് നാം അറിയുന്നുവല്ലോ, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഈ ജഡമയൻ എന്നൊക്കെ പറയുന്നത് ഞാൻ എൻ്റെ ജഡത്തിൽ പാപത്തിന്റെ ദാസനായിട്ട് വിൽക്കപ്പെട്ടവനാണ്. ഈ ലോകത്തിൽ പാപം ചെയ്യാനും ആ പാപത്തിൽ ഞാൻ രസിക്കുന്നവനാണ്. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല പകയ്ക്കുന്നതിനെ അത്ര ഞാൻ ചെയ്യുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ ഹാവ് ടു ഡു ദാറ്റ്. കാര്യം എന്നെ ഈ ശരീരത്തിൽ വെച്ചിരിക്കുന്നു. അതിനെ ജയിക്കാനുള്ള മാർഗം എന്താണെന്നായി പറയുന്നത്. 8-ാമത്തെ അധ്യായത്തിലേക്ക് കയറുമ്പോൾ അതിനെ ജയിച്ച് ജയാളിയായി ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം ആത്മാവിനെ അനുസരിച്ച് നടന്ന് നമ്മൾ എങ്ങനെ നിവർത്തിക്കും എന്ന് നമ്മൾ പഠിക്കും. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. ഈ പാപം ഞാൻ രക്ഷിക്കപ്പെട്ടതുകൊണ്ടങ്ങ് മാറിപ്പോകുന്നില്ല. എൻ്റെ ഉള്ളിൽ പാപമുണ്ട്. പക്ഷെ ആ പാപത്തിന് എൻ്റെ മേലൊരു അധികാരമില്ല. എന്നെ അതിനെ കൺട്രോൾ ചെയ്യുവാൻ കഴിയത്തില്ല. എനിക്ക് ആ പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചിരിക്കുന്നു. 6-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ നമ്മൾ അതാ പഠിച്ചത്. 6-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ ഞാൻ ഒന്നൊന്ന് തിരിച്ചു പോയിക്കോട്ടെ, വീണ്ടും മടങ്ങി വരും. 6-ാം അധ്യായം അതിന്റെ 6-7 വാക്യം അതിൽ നമ്മൾ ഇങ്ങനെ പഠിച്ചത്. 6-ാം അധ്യായം 6, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അടുത്ത വാക്യം, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ഇതാണ് നമ്മൾ 6-ാം അധ്യായത്തിൽ പഠിച്ചത്. ഫോർ ഹി ദാറ്റ് ഈസ് ഡെഡ് ഈസ് ഫ്രീഡ് ഫ്രം സിൻ. ഈ ഫ്രീഡ് ഫ്രം സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തിൽ നിന്ന് നമ്മൾ അങ്ങ് ഫ്രീ ആയി എന്നല്ല. അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപത്തിന് നമ്മുടെ മേലുള്ള അധികാരം ഇനിയുമില്ല. പാപത്തിന് നമ്മളെ ഇനി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, ഭരിക്കാൻ പറ്റത്തില്ല. അതാ പറയുന്നത്, ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. ഈ പാപത്തിനെയാണ് ഞാൻ ഫിക്സ് ചെയ്യേണ്ടത്. ഇതിനെ ഫിക്സ് ചെയ്യാനായിട്ട് എൻ്റെ പുറത്തെ മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ല. കാര്യം പുറത്തെ മനുഷ്യൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അകത്തെ മനുഷ്യൻ ബലപ്പെടണം. ആ അകത്തെ മനുഷ്യൻ വേണം ഈ പുറത്തെ മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ, ഡ്രൈവ് ചെയ്യാൻ. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മ അത്ര പ്രവർത്തിക്കുന്നത്. പല കാര്യങ്ങളും എനിക്ക് ചെയ്യണമെന്നില്ല, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ എം മെയ്ഡ് ടു ഡു ദാറ്റ്. എന്നെ അത് ചെയ്യാനായിട്ട് നിർബന്ധിക്കുക. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. ഈ 7:20 കണ്ടോ? അതിലൊക്കെ പറയുന്നുണ്ടോ, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ആക്ച്വലി ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. ഈ പാപത്തെ നമ്മൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. നമുക്ക് ഈ പാപത്തെ ജയിക്കാൻ ഒരു നിയമം കൊണ്ടുവച്ചുകൊണ്ട് ഒരു ജയവും നടക്കത്തില്ല. നിങ്ങൾ തോറ്റു തുന്നം പാടത്തേ ഉള്ളൂ. സിഗരറ്റ് വലിക്കുന്നത് ഹാനികരമാണെന്ന് എവിടെ എഴുതി കാണിച്ചുകൊണ്ട് നിങ്ങൾ സിഗരറ്റ് വലി നിർത്തത്തില്ല.
നിയമം കൊണ്ടുവരുന്നതുകൊണ്ട് കുറെ നിയമം ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനെ ജയിക്കാൻ കഴിയത്തില്ല. ഇതിനെ ജയിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ആത്മാവിൽ ബലപ്പെടണം, ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ നേതാക്കന്മാർ ഈ നിയമം പഠിപ്പിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ പുറത്തെ മനുഷ്യനെ പെയിന്റ് അടിച്ച് കാണിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഒരിക്കലും അത് നടക്കത്തില്ല. 21-ാമത്തെ വാക്യം, അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിൽ നിന്ന് എന്നെ ബദ്ധനാക്കി കളയുന്നു. ഹല്ലേലൂയ. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഓ റച്ചഡ് മാൻ ദാറ്റ് ഐ ആം. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അടുത്ത അധ്യായത്തിലേക്ക് കയറുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്കിതിനെ ജയിക്കാൻ കഴിയുന്നത് എന്ന് മനസ്സിലാകുവാനായിട്ട് ഇടയായിത്തീരും. 7-ാം അധ്യായത്തിന്റെ രത്ന ചുരുക്കം ഞാൻ ഒന്നുകൂടെ പറയാം. ഇതിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് നാം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ന്യായപ്രമാണമായിട്ട് നമുക്കൊരു ബന്ധമില്ല. നാം ന്യായപ്രമാണ സംബന്ധമായിട്ട് മരിച്ചിരിക്കുക. ന്യായപ്രമാണത്തിന് നമ്മുടെ മേൽ ഒരു അധികാരമോ ഒരു അവകാശമോ പറയാൻ ഇനി പറ്റത്തില്ല. എന്തുകൊണ്ട് താങ്കൾ ഇന്നത് ചെയ്തില്ല, പ്രമാണത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ഇന്ന കാര്യങ്ങൾ പ്രമാണപ്രകാരം ചെയ്തില്ല എന്നൊരു അക്യൂസേഷൻ നമ്മുടെ മേൽ ഉണ്ടാവത്തില്ല. നാം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുക. അതുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങൾ നമ്മളെ ഇനി അതിൽ കൂടെ നീതിയിലേക്ക് നയിക്കേണ്ടെന്ന് ആവശ്യമില്ല. കർത്താവിന്റെ കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അവൻ കാൽവറിയിൽ തകർക്കപ്പെട്ടു, അതിലെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. അത് നമ്മുടെ ഗുണം കൊണ്ടോ നമ്മുടെ നീതി പ്രവൃത്തി കൊണ്ടോ അല്ല. നമ്മുടെ അകത്ത് നടന്നിരിക്കുന്ന പരിവർത്തനം, ആ ആഴമായ വിശ്വാസം, അതിലെ സമർപ്പണം, അതിലൂടെ നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുക. കൃപയാൽ വിശ്വാസം മൂലമാണ് നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ അകത്തെ മനുഷ്യനെ അതിന്റെ നിത്യത ആരംഭിച്ചു കഴിഞ്ഞിരിക്കുക. 7-ാം അധ്യായത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന ഉറപ്പുകളായതൊക്കെ നമ്മുടെ അകത്തെ മനുഷ്യന്റെ നിത്യത അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുക. നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ ആ നിത്യതയുടെ അനുഭവം എൻജോയ് ചെയ്യുവാൻ ഭാഗ്യം ലഭിച്ചിരിക്കുക നമുക്ക്. നമ്മുടെ പുറത്തെ മനുഷ്യൻ പാപ പങ്കിലമ, അതായത് ഈ കാണുന്ന മനുഷ്യൻ പാപ പങ്കിലമ. അതിൽ പ്രശംസിക്കരുത്. അതെന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് നീതി നേടിത്തരും എന്ന് വിചാരിക്കരുത്. നിയമപ്രകാരം നമ്മളൊരു ചട്ടക്കൂട്ടിനകത്തിൽ നിന്ന് നീതിമാനായിട്ട് ജീവിച്ച് നമ്മളെ നീതീകരണത്തിലേക്ക് നയിക്കും എന്ന് നിങ്ങൾ സ്വപ്നം കാണരുത്. ആ പുറത്തെ മനുഷ്യൻ പാപ പങ്കിലമാണ്. അവൻ പാപത്തിനെ ഇഷ്ടപ്പെടുകയും പാപത്തിന്റെ ഇൻഫ്ലുവൻസിലായിരിക്കുന്ന ഒരു പുറത്തെ ശരീരമാണ്. നമ്മളെ ഡ്രൈവ് ചെയ്യേണ്ടത് നമ്മുടെ അകത്തെ മനുഷ്യനാണ്. കാര്യം അകത്തെ മനുഷ്യനിലാണ് രൂപാന്തരം ഉണ്ടായിരിക്കുന്നത്. ആ കൃപ, ആ പരിശുദ്ധ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുക. പാപം അത് നിങ്ങളിൽ വാഴാതിരിക്കാൻ പുറത്തെ മനുഷ്യനെ അനുസരിച്ച് നടക്കരുത്. അകത്തെ മനുഷ്യൻ അനുദിനം ആത്മാവിൽ ബലപ്പെടണം, ഓരോ ദിവസവും ബലപ്പെടണം. അകത്തെ മനുഷ്യൻ ബലപ്പെടാനുള്ള കാര്യങ്ങളാണ് ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങൾ. തിരുവചനം ധ്യാനിക്കുകയും പഠിക്കുകയും സ്വർഗീയ പ്രത്യാശയിൽ സന്തോഷിക്കുകയും നമ്മുടെ നിത്യതയുടെ അനുഭവത്തിൽ നമ്മൾ സന്തോഷിക്കുകയും ആ അനുഭവം മറ്റുള്ളവരോട് പങ്കിടുകയും കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ട ആ ഒരു അംബാസിഡേഴ്സ് ആയിട്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഗ്രേറ്റ് കമ്മീഷൻ ഉണ്ട്, ലോകത്തെ അറിയിക്കുവാനായിട്ട്. പിതാവായ ദൈവം അത് നമ്മളോട് പ്രബോധിപ്പിച്ചിരിക്കുക. ആ സുവിശേഷവുമായിട്ട് മറ്റുള്ളവരിൽ എത്തിച്ചേരുക. ഓരോ വഴി ഓരോ ദിവസവും അടഞ്ഞുകൊണ്ടിരിക്കുക. അത് പൂർണ്ണമായിട്ട് സാത്താൻ നമ്മുടെ മുന്നിൽ കൊട്ടി അടയ്ക്കുന്നതിന് മുൻപായിട്ട് മാക്സിമം ജനങ്ങളെ ഈ സത്യത്തിലേക്ക് നയിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുക. ഇതെല്ലാം നമ്മുടെ അകത്തെ മനുഷ്യൻ ആത്മാവിൽ ബലപ്പെടുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. പുറത്തെ മനുഷ്യനെ അകത്തെ മനുഷ്യന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. ഈ പുറത്തെ മനുഷ്യനെ അങ്ങ് വിട്ടുകൊടുക്കല്ല. പുറത്തെ മനുഷ്യനെ വിട്ടുകൊടുത്താലുള്ള പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപം കൊടി കുത്തി വാഴും. നമ്മുടെ തലയിൽ കൊടി കുത്തും അവൻ. അങ്ങനെ അതിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കല്ല. പാപം അതിന്റെ അധീനത നമ്മുടെ മേലുണ്ടാകുവാനായിട്ട് അതിനെ വിട്ടുകൊടുക്കല്ല. പുറത്തെ മനുഷ്യനെ അകത്തെ മനുഷ്യന്റെ നിയന്ത്രണത്തിൽ, അതായത് ആത്മാവിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. അകത്തെ മനുഷ്യനിലാണ് ആത്മീക രൂപാന്തരം സംഭവിച്ചിരിക്കുന്നത്. അത് ആ പുറത്തെ മനുഷ്യനെ കൺട്രോൾ ചെയ്യണം. പുറത്തെ മനുഷ്യൻ അകത്തെ മനുഷ്യനെ കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെച്ച് പോയി. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതണം. ഫൈറ്റ് ദ ഗുഡ് ഫൈറ്റ് ഓഫ് ഫെയ്ത്ത്.
ഓരോ ദിവസവും നിങ്ങൾ ഇത് ചെയ്യേണ്ടതായിട്ട് വരും. ആ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുവാൻ, നമ്മളെ ആ വിശ്വാസത്തിൽ നിന്ന് വീഴിച്ച് കളയാനായിട്ട് പൗലോസ് അപ്പോസ്തലനോട് ചോദിച്ചാൽ പറയും, ദമസ്കോസിൽ വെച്ച് എന്നെ വിളിച്ചേൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമുണ്ട്, അതിൽ നിന്ന് എന്നെ വീഴിച്ച് കളയാനായിട്ട് എന്തെല്ലാം രീതിയിൽ 1 Corinthians 40 അടി 5 പ്രാവശ്യം ഞാൻ കൊണ്ടു, കോല് 4 അടി ഞാൻ 3 വട്ടം കൊണ്ടു, മൃഗയുദ്ധം ചെയ്തു, കപ്പലിലെ ആപത്ത്, കടലിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്. നിങ്ങൾക്കറിയാം, തന്നെ ആ വിശ്വാസത്തിൽ നിന്ന് വീഴിച്ച് കളയാനായിട്ട് പോള് തന്റെ അവസാന സമയത്ത് പറയുന്നത്, എൻ്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു, ഞാൻ നല്ല പോർ പൊരുതി, വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു. നമ്മളെ കൊണ്ടെല്ലാം അതുപോലെ പറയാൻ ഇടയാകണം, വഴിയിൽ വെച്ച് വിട്ടേച്ച് പോകാൻ ഇടയാകണം. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതണം. നമ്മുടെ മുന്നോട്ടുള്ള സമയങ്ങൾ അധികം സുഖകരമായ സമയങ്ങളായിരിക്കത്തില്ല. നമുക്കെതിരായിട്ട് സാത്താൻ അരയും തലയും മുറുക്കി ഇറങ്ങി നമ്മളെ ഉന്മൂലനാശമാക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരും. പക്ഷെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കുക. നമ്മുടെ അകത്തുള്ളവൻ അവനെക്കാട്ടിൽ വലിയവനാണ്. ബലവാൻ ആയുധവർഗം ധരിച്ച് അരമന കാക്കുമ്പോൾ അവന്റെ വസ്തുവകകൾ സുഖേന ഇരിക്കുന്നുവെങ്കിലും അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ചുവെങ്കിലോ അവന്റെ ആയുധവർഗം പിടിച്ചു പറിച്ച് അവന്റെ കൊള്ള പങ്ക് ചെയ്തിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അവനിൽ ആശ്രയിക്കുവാൻ, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുവാൻ. ന്യായപ്രമാണത്തിൽ നിന്ന് നിങ്ങൾ ഒഴിവുള്ളവരാണെങ്കിലും ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഇവിടെ പ്രമാണം ഒന്നുമില്ല, നമുക്ക് എങ്ങനെ നടക്കാമെന്ന് വിചാരിക്കല്ല. നമുക്ക് ഈ 13 ലേഖനത്തിൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രമാണം എന്ന് പറയുന്ന അനേക പ്രമാണങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ അനുസരിപ്പാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കൊലോസി ലേഖനം 3-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയും. ഇന്ന് നിങ്ങൾക്ക് ബൈബിൾ വായിക്കുവാനായിട്ട് അതൊരു ഹോംവർക്ക് ആയിട്ട് തരാം. കൊലോസി ലേഖനം 3-ാമത്തെ അധ്യായം അത് നിങ്ങൾ വായിക്കണം. നമ്മൾ എന്ത് ചെയ്യണം എന്നവിടെ പറഞ്ഞിരിക്കുക. അതുപോലെ തന്നെ 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അനേക കാര്യങ്ങൾ കർത്താവ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നുണ്ട്. ഇതൊന്നും പ്രമാണമാണെന്നും പറഞ്ഞ് ചെയ്യാതിരിക്കൽ. ഈ പ്രമാണങ്ങളെല്ലാം നമുക്ക് ചെയ്യാനുള്ളതാണ്. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം, അതായത് എന്നെ പോലെ, എൽദോ ബ്രദറിനെ പോലെ, നിങ്ങളെ നയിക്കുന്ന നിങ്ങളുടെ പാസ്റ്റേഴ്സിനെ പോലെ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം അവരെ ഏറ്റവും സ്നേഹത്തോട് വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിപ്പീൻ. ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ സമാധാനമായിരിപ്പീൻ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ താങ്ങുവീൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ. എന്തെങ്കിലും പറയുമ്പോഴത്തേന് അതിന്റെ പുറത്തെ കണ്ടത്തടിക്ക് മുണ്ടത്തടി എടുക്കുക അല്ല ചെയ്യേണ്ടേ. നിങ്ങൾ ദീർഘക്ഷമ കാണിപ്പീൻ. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവേൻ. തമ്മിൽ എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. കഴിയുന്നത്രയും നന്മ ചെയ്യുവീൻ, നല്ലത് ചെയ്യുവീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവേഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ. ഞാൻ എന്തിനായി കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ നിങ്ങൾക്ക് ഇന്നത് ചെയ്യുവീൻ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന പ്രമാണങ്ങളുണ്ട്. ക്രിസ്തുവിന്റെ പ്രമാണം. ഈ പ്രമാണങ്ങളെല്ലാം നമ്മൾ അനുസരിക്കേണ്ടതാണ്. നമുക്കൊരു പ്രമാണവും ഇല്ല, കുത്തഴിഞ്ഞു കിടക്കുന്നവരല്ല നമ്മുടെ കാര്യങ്ങൾ. ഈ പ്രമാണങ്ങളെല്ലാം നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. എന്നാൽ ന്യായപ്രമാണം നമ്മുടെ രക്ഷയ്ക്ക് അത് കാരണമാകുന്നില്ല. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിൽ നിന്ന് നമ്മൾ ഒഴിവുള്ളവരായിരിക്കുന്നു. അതിനെ ക്രൂസിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കി കളഞ്ഞിരിക്കുന്നു. ഇന്ന് നിങ്ങൾ അത് പറയുന്നത് പ്രമാണിച്ച് നിന്നു കഴിഞ്ഞാൽ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ കർത്താവ് അത് പാലിക്കാൻ പറഞ്ഞു. അത് നമ്മുടെ സുവിശേഷമാണെന്ന് പറഞ്ഞ് നിങ്ങൾ അത് പ്രമാണിച്ച് നിന്നു കഴിഞ്ഞാൽ വളരെ ദാരുണമായിട്ട് കൈവിടപ്പെട്ടു പോകും. ഇന്ന് നമ്മുടെ രക്ഷ കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ചിരിക്കുന്ന ആ രക്ഷണ പ്രവൃത്തിയിലെ വിശ്വാസം മാത്രമല്ല, അതിലെ ആഴമായ സമർപ്പണമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ സ്ട്രെസ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും അത് പറയുമ്പോൾ അതിലെ ആഴമായ സമർപ്പണവും അടിപതറാത്ത വിശ്വാസവും അചഞ്ചലമായ അതിലെ ധൈര്യവും ഒക്കെയാണ് നമുക്ക് വേണ്ടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സാധാരണ എല്ലാവരും വിശ്വസിക്കുന്ന പോലെ കർത്താവ് ക്രൂശിൽ മരിച്ചു, നമുക്ക് വേണ്ടിയിട്ടാണ് മരിച്ചതെന്ന് വിശ്വസിക്കും. അതിലൊരു കഥയില്ല. നിങ്ങൾ അതിന്റെ ആ എസൻസ് വിട്ടുകളയുക. നിങ്ങൾ എന്താ പറയുന്നത്, അതിൽ നിന്ന് കർത്താവ് എന്താണ് ചെയ്തതെന്നുള്ളതിന്റെ ആ ക്രൂശ് മരണത്തിന് അർത്ഥമില്ലാതെ പോകുക.
അതിലെ പരിപൂർണ ആശ്രയം, അതിന്റെ അപ്പുറത്ത് നിങ്ങൾക്ക് വേറെ ഒന്നിന്റെ ആവശ്യമില്ല. ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുക. അതിലെ അചഞ്ചലമായ വിശ്വാസവും അട്ടിപ്പതറാത്ത വിശ്വാസവും ആഴമായ സമർപ്പണവുമാണ്. ഇതില്ലാത്തത് കൊണ്ടാണ് നമ്മൾ വേറെ അടുത്ത് പോയി നമ്മൾ പല കാര്യങ്ങളും ചെയ്യാനും, വെള്ളത്തിൽ മുങ്ങാനും, സ്നാനപ്പെടാനും, കൈവെക്കാനും, തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനും, ശാപം മുറിക്കാനും ഒക്കെ പോകുന്നതിന്റെ കാര്യമാണ്. കാരണം ഇതറിയാം, പക്ഷെ ഇതാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമില്ല. ഞാൻ വളരെ സ്നേഹത്തോട് ഓർപ്പിക്കുക, കർത്താവിന്റെ കാഹളം ധ്വനിക്കാൻ ഇനി അധികം നാളുകളില്ല. അതേത് സമയവും സംഭവിക്കാം. കൈവിടപ്പെട്ടു പോകുന്നതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം നിങ്ങൾക്കായി പോകും. അതുകൊണ്ട് ഈ ബുദ്ധി ഉപദേശം അവസാന സമയത്തെങ്കിലും കേൾക്കുവാൻ, തിരുവചന പ്രകാരം നിങ്ങളെ തന്നെ അതിനുവേണ്ടി ഒരുക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. 7-ാം അധ്യായം നമുക്ക് അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അടുത്ത ആഴ്ചയിൽ നമ്മൾ 8-ാം അധ്യായത്തിലേക്ക് കടക്കും. അതിമനോഹരമായ ഒരു അധ്യായമാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബൈബിളിൽ നിന്ന് 3 അധ്യായങ്ങൾ കീറിയെടുത്തോ ഒരു ബൈബിൾ മുഴുവനും വെക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, ജയിലില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2-3 പേജ് എടുത്തോളാൻ ഉള്ള അനുവാദം ലഭിച്ചു കഴിഞ്ഞാൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ റോമാലേഖനം 8-ാം അധ്യായം ഞാൻ എൻ്റെ കയ്യിൽ വെക്കും എന്നുള്ളത്. കാര്യം ബൈബിൾ നമുക്ക് രക്ഷിക്കപ്പെടാനുള്ളതും നമ്മൾ എങ്ങനെ നടക്കണം എന്നുള്ളതെല്ലാം പറഞ്ഞിരിക്കുന്ന ഒരു അതിമനോഹരമായ അധ്യായമാണ് 8-ാമത്തെ അധ്യായം. അതിലേക്ക് നമ്മൾ അടുത്ത ദിവസം കടക്കാൻ പോവുകയാണ്. ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. ഞാൻ ഇന്ന് വേറൊരു വിഷയങ്ങൾ ഇനിയും പറയുന്നില്ല, നമ്മുടെ സമയം കഴിഞ്ഞു പോയി. പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. ഈ വചനം പഠിക്കുവാൻ ഉത്സാഹം കാണിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. മാറാനാഥ, ഗ്രേസ് ബി വിത്ത് യു.